ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഈശ്വരകൃപ ഭഗവാനിൽ നിന്ന് എല്ലാ നന്മകളും അനുഗ്രഹങ്ങളെല്ലാം ഉണ്ടാകണം. എല്ലാ ഭക്തമക്കൾക്കും ആയുരാരോഗ്യവും രോഗശാന്തിയും ഒരു പുത്രനും ആവാൻ നമ്മൾ പ്രാർത്ഥിക്കുന്നു. മക്കളെ എല്ലാവരും ഈശ്വരൻ്റെ പൈതങ്ങളാകണം. എല്ലാവരും ഈശ്വരൻ്റെ സൃഷ്ടികൾ തന്നെയാണ്. പക്ഷേ ഒരു ഭക്തൻ അല്ലെങ്കിൽ ഒരു ഭഗവാന്റെ മക്കളെന്ന് പറയും. കാരണം നന്മ ഗുണങ്ങൾ ചെയ്യുന്നതാണ് ഭക്തന്മാർ. ഗുണങ്ങളെ ചെയ്യുള്ളൂ, സൽഗുണങ്ങളും സൽപ്രവർത്തികളാണ്. അപ്പോൾ അങ്ങനെ ഭഗവാൻ ഇഷ്ടമുള്ളത് ചെയ്യുമ്പോഴാണ് നമ്മളൊരു ദൈവപുത്രിയോ പുത്രനോ ആകുന്നത്. അങ്ങനെ ആകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നമസ്കാരം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമുക്കിന്ന് ഭഗവത്ഗീതയാണ് അല്പം നോക്കാനുള്ളത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം 18ഉം 19ഉം ശ്ലോകങ്ങളാണ് വായിച്ചത്. 18 ഭഗവാൻ പറഞ്ഞത് ആത്മാവിൽ തൃപ്തി മുതലായവ ഉള്ള അവന്. ആത്മാവിൽ തൃപ്തി എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ അന്ന് പറഞ്ഞായിരുന്നല്ലോ, നമുക്ക് വയറ് നിറച്ച് ആഹാരം കഴിച്ചാൽ നല്ല തൃപ്തികരമാകും. അതുപോലെ തന്നെയാണ് ആധ്യാത്മികവും. തൃപ്തി ഉണ്ടെങ്കിൽ പിന്നെ അല്പം കൂടെ വേണമെന്ന് നമുക്ക് തോന്നുകയില്ല. എന്താ? അറിവ് നമുക്ക് കിട്ടാനുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അറിവായാലും എന്തുവല്ല പിന്നെ വേണമെന്ന് നമുക്ക് തോന്നൂല. അത്രയും മതി. നമുക്ക് നമ്മുടെ ആവശ്യത്തിന് വയറ് നിറച്ച് നമ്മൾ ആഹാരം കഴിച്ചാൽ തൃപ്തികരമാണെങ്കിൽ ഒട്ടുകൂടെ അല്പം പോലും പിന്നെ നമുക്ക് കഴിക്കാൻ തോന്നുമോ? എങ്ങനെയൊക്കെ ആയാലും തോന്നൂല. അതുപോലെ തന്നെയാണ് നമ്മുടെ ആത്മാവിൽ തൃപ്തികരം എന്ന് പറയുന്നത്. നമുക്ക് കിട്ടാനുള്ള അറിവ് എന്താണെന്ന് വെച്ചാൽ നമുക്കത് മനസ്സിലായി കഴിഞ്ഞാൽ കിട്ടേണ്ടത് എന്താണെന്ന് നമുക്ക് ഉള്ളിൽ നമുക്ക് അറിയാം. അത് കിട്ടുമ്പോഴേ അറിയത്തുള്ളൂ. അത് ഞാൻ പറഞ്ഞാൽ അറിയുന്ന കാര്യമല്ല മക്കളെ. അത് നമുക്ക് അങ്ങനെ സംഭവിച്ച് വരുമ്പോൾ നമ്മൾ തന്നെ മനസ്സിലാക്കാം. അല്ല പറഞ്ഞു തന്നാൽ അതെങ്ങനെ അറിയാനാ? അതിന് ഉദാഹരണം ഇങ്ങനെ പറയാനേ പറ്റും. ആഹാരം കഴിച്ച് വയറ് നിറഞ്ഞാൽ പിന്നെ തൃപ്തികരമല്ലേ, പിന്നെ നമുക്ക് വേണം തോന്നും. അത് തന്നെയാണ് ആധ്യാത്മികം. നമുക്ക് പിന്നെ ഒട്ടും തന്നെ ഇന്ന് എന്താ കാരണം എല്ലാവരും അയ്യോ അമ്മ ഇനി ഇതൊക്കെ തരണം ഇനി ഇടണേ, അത് കേൾക്കണം ഇത് കേൾക്കണം, എന്താ തൃപ്തികരമായില്ല. അപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തൃപ്തികരമാകുമ്പോൾ ഇനി എനിക്കിതൊക്കെ മതി, ഇനി ആനന്ദിക്കുക, ഇത്രയും അയവിറക്കി അങ്ങ് ഇരുന്നാൽ മതി, സന്തോഷമായി എൻ്റെ വയറ് നിറഞ്ഞ് എനിക്ക് ഒട്ടും തന്നെ വേണ്ട. അതുപോലെ തന്നെ എനിക്കിനി എപ്പോഴും പരമാത്മാവിൽ ലയിച്ച് ഇങ്ങനെ ഇരുന്നാൽ മതി, സുഖിച്ചിരുന്നാൽ മതി, ആനന്ദം അനുഭവിച്ചാൽ മതി, എനിക്കിത് തൃപ്തികരമായി, ഇനി എനിക്ക് അല്പം പോലും അങ്ങോട്ട് വേണ്ട. അങ്ങനെയുള്ള അവസ്ഥയാണ് തൃപ്തികരം എന്ന് പറയുന്നത്. അപ്പോൾ ആത്മാവിനും തൃപ്തികരം വയറ് നിറച്ച് ആഹാരം കഴിച്ച് തൃപ്തി വരുന്നത് പോലെയാണ്. അതുകൊണ്ട് ആത്മാവിൽ തൃപ്തി മുതലായ ഉള്ള അവന്, അങ്ങനെയുള്ളൊരു ഭക്തന് ഈ ലോകത്തിൽ കർമ്മം കൊണ്ട് പ്രയോജനമില്ല. കാരണം എന്താ പ്രയോജനമില്ലെന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങനെ ചെയ്താലും ചെയ്തില്ലെങ്കിലും അയാൾക്കൊന്നും വേണ്ട. എത്ര നല്ല നല്ല പുണ്യകർമ്മങ്ങളാണോ അതിൻ്റെ ആവശ്യമില്ല. കാരണം അദ്ദേഹത്തിന് കിട്ടേണ്ടത് കിട്ടിയ തൃപ്തികരമായി. പിന്നെ വേണമെങ്കിൽ ചെയ്താൽ പോരെ, വേണ്ടല്ലോ. അതുകൊണ്ട് ഒരു കാരണം പുണ്യകർമ്മങ്ങളെ ചെയ്യത്തുള്ളൂ. ഒരു ഭക്തൻ ദോഷകർമ്മങ്ങൾ ചെയ്യത്തില്ല. അപ്പോൾ എന്താ? ഒരു പുണ്യകർമ്മം കൊണ്ടും പ്രയോജനമില്ല. എന്താ കാരണം? നിറഞ്ഞിരിക്കുക ആ ഭഗവാന്റെ കൃപ നിറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിക്ക് പിന്നെ അങ്ങോട്ട് ചെല്ലൂ. പിന്നെ പുണ്യകർമ്മമായിട്ട് എന്താ കാര്യം? എന്നാൽ ചെയ്യാതിരിക്കുന്നു. ഭഗവാൻ പറയുന്നത് എല്ലാ കർമ്മങ്ങളും നമുക്ക് അറിവുള്ള കർമ്മങ്ങൾ ചെയ്യണം. അല്ലെങ്കിൽ നമ്മളെ കണ്ട് പഠിക്കത്തില്ലേ മറ്റുള്ളവർ? ചെയ്യാതിരുന്നു പോകത്തില്ലേ? അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞ് പുണ്യകർമ്മം കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. തൃപ്തികരമുള്ളവർക്കാണ് കർമ്മം ചെയ്യാഞ്ഞാലോ അവനൊരു ദോഷവുമില്ല. ഒരു യഥാർത്ഥ തൃപ്തികരമായ ഒരു ഭക്തന് ഒരു കർമ്മവും ചെയ്തില്ലെന്ന് പറഞ്ഞ് ഒരു ദോഷവും അത് ഞാൻ പറഞ്ഞായിരുന്നല്ലേ, കഴിഞ്ഞ ഏതിലൊക്കെ പറയുന്നുണ്ടല്ലോ. കാരണം വിളക്കരച്ച് സന്ധിക്ക് നാമം ചെല്ലണമെന്ന അതൊന്നും വേണമെന്ന്. കാരണം എന്തിനാ ചെയ്യുന്നേ? കാരണം ഇവിടെ നിറഞ്ഞിരുന്ന് കവിഞ്ഞിരിക്കുക ആത്മാവിൽ ആനന്ദിച്ചിരിക്കുന്ന വ്യക്തി, അത് തന്നെയാണ് വെളിച്ചം. അത് എപ്പോഴും സന്തോഷകരമായി ആനന്ദിച്ചിരിക്കുന്ന ആൾക്ക് പിന്നെ പുറമേയുള്ള വെട്ടം കൊണ്ട് എന്താ ഫലം? പിന്നെ എന്താ? ഇവിടെ ഇരുട്ടാവുമ്പോൾ ഭഗവാൻ സൂര്യഭഗവാൻ പറഞ്ഞിട്ടുള്ള കണ്ടുകൊണ്ട് പോകണമല്ലോ പ്രകാശം. ഇവിടെ എല്ലാവർക്കും നമ്മുടെ ഒരുത്തരെ മാത്രമല്ലല്ലോ. ഇവിടെ പലരും, പല ജീവജാലങ്ങളും, പല നമ്മളുടെ പിൻഗാമികളും എല്ലാവരും ഉണ്ട്. എല്ലാവർക്കും വേണ്ടിയാണല്ലോ നമ്മളെല്ലാം കർമ്മം ചെയ്യുന്നത്. നമുക്ക് വേണ്ടി എന്ത് കിട്ടിയാലും നമ്മൾ ഇവിടെ പങ്കുവെച്ച് കൊടുക്കണ്ടേ? ആധ്യാത്മികം അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് തൃപ്തികരമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മറ്റുള്ളവർക്ക് കൊടുക്കുക ചെയ്യുക. അപ്പോൾ അതുപോലെ നമ്മൾ എല്ലാവരും
കാര്യം നമ്മൾ നോക്കണം. എല്ലാം അടങ്ങി തൃപ്തിരാമയുടെ അനങ്ങാതെ വീട്ടിൽ കുത്തിയിടാൻ ശരിയുള്ള കാര്യമല്ല. മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടത് കൊടുത്ത് അവരെ പഠിപ്പിച്ചെടുക്കണ്ടേ? അതല്ലേ യഥാർത്ഥമായ ഒരു ജ്ഞാനി ചെയ്യേണ്ടുന്നത്. തന്നെ ആഹാരം പാചകം ചെയ്ത് കഴിച്ചാൽ എന്താ ഭഗവാൻ പറയുന്നത്? അവരവർക്ക് വേണ്ടി മാത്രം ആഹാരം പാചകം ചെയ്ത് കഴിച്ചാൽ അത് പാപമാണ്. അങ്ങനെ ഇതും അത് തന്നെയാണ്. നമ്മൾ സന്തോഷമായിട്ട് ആനന്ദിച്ചിരിക്കുന്നു, മറ്റുള്ളവർ ദുഃഖിക്കുന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അവർക്കൂടെ കൊടുക്കണം. പരമാനന്ദം അവരും അനുഭവിക്കട്ടെ. ആധ്യാത്മികമായ അറിവ് നമുക്ക് ആഗ്രഹമുള്ളവർക്ക് കൊടുക്കണം. അയ്യോ എനിക്കും വിശക്കുന്നു, എനിക്കും ആത്മീയം വേണം, എനിക്കും ഭഗവാനെ അറിയണം, ഞാൻ ആരാണെന്ന് എനിക്കും അറിയണം. ഇങ്ങനെ താല്പര്യപ്പെട്ടിരിക്കുന്നത് കാണും ഉള്ളം പിടച്ചിരിക്കും കിട്ടാഞ്ഞ്. ഇങ്ങനെ കിട്ടുമ്പോൾ അയ്യോ ഇങ്ങനെയാണോ, അങ്ങനെ പിന്നെ അങ്ങോട്ട് ചോദിച്ചുകൊണ്ടിരിക്കും. നമ്മൾ കൊടുത്തു. പരീക്ഷിത് മഹാരാജാവ് അങ്ങനെ ഇനിയും വേണം. എത്ര ഭക്തമക്കളാ, അയ്യോ അമ്മേ ഇനി ഇത് ഇടണേ എന്ന് പറഞ്ഞ അങ്ങനെയുള്ള മക്കൾക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ നിറഞ്ഞെന്ന് കരുതി മറ്റുള്ളവർക്കൂടെ നിറയ്ക്കാതിരിക്കാൻ പറ്റൂലല്ലോ. അത് യഥാർത്ഥമല്ല. അത് തെറ്റാ. എൻ്റെ മനസ്സിലാ തെറ്റ് തന്നെ. ഒരുപാട് പേര് എല്ലാം നിറഞ്ഞ് കവിഞ്ഞിങ്ങനെ ഇരിക്കും, എന്നിട്ട് ആർക്കും കൊടുക്കത്തില്ല, തന്നെ അങ്ങ് സുഖിച്ചങ്ങ് പോകും. അത് തെറ്റാണ്. മറ്റുള്ളവരും അനുഭവിക്കണ്ടേ? നമുക്ക് എവിടെ നിന്ന് കിട്ടി? നമുക്ക് നമ്മുടെ അച്ഛനോ അമ്മയോ മറ്റു ഗുരുക്കന്മാരോ നമുക്ക് കിട്ടുക. അതുപോലെ മറ്റുള്ളവർ അറിയുന്നില്ല. എന്താ അവർ വിഷമിച്ചിരിക്കുന്നവരായിരിക്കും, എന്തിനോ വേണ്ടി ദുഃഖിച്ചിരിക്കുന്നവരായിരിക്കും. അവർക്ക് അറിയില്ല എന്താ വേണ്ടത്. അവരുടെ ഉള്ളം ഇങ്ങനെ പിടയ്ക്കുക. അങ്ങനെ ഇരിക്കും. ഭഗവാൻ വിചാരിക്കും നീ ഇന്നാർക്ക് കൊടുത്ത് നമ്മളെ ഉള്ളത്തിൽ പിടപ്പിക്കും. അപ്പം നമ്മൾ ഇതുപോലെ ഇപ്പോൾ യൂട്യൂബിലേക്ക് അന്നില്ലേ ഞാൻ എന്താ ഇവിടെ പിടച്ചിരുന്നേനെ, പിടച്ച് ചത്തുപോയേനെ. കണ്ട എൻ്റെ പിടപ്പ് അങ്ങനെ ആയിരുന്നു, ആക്കാണ്ട് കൊടുക്കണമായിരുന്നു. അതാണ്. അപ്പോൾ ഭഗവാൻ അതിൻ്റെ വഴി ഇവിടെ കണ്ടു തന്നു. ഇതുപോലെ മറ്റുള്ളവർക്ക് ദാഹിച്ചും വലഞ്ഞും ക്ഷീണിച്ചും ഇരിക്കുന്നവരുണ്ട്. ഇതിനു വേണ്ടി ആഹാരം കുടിച്ച് വയറ് നിറയ്ക്കാനിരിക്കുന്നത് പോലെ വിശപ്പിൻ്റെ ആഹാരം വേണ്ടുന്ന പോലെ തന്നെയാണ് ആധ്യാത്മികമായ അറിവും. അതും ഇതുപോലെ കിട്ടാനായിട്ട് ആഗ്രഹിച്ചിരിക്കും. അവർക്ക് വേണ്ടി നമ്മൾ ചെയ്തു കൊടുക്കണം. അല്ല വെറുതെ നമ്മൾ അങ്ങനെ നമ്മളായിട്ട് തന്നെ ഭക്ഷിച്ചുകൂടാ. എന്തും നമ്മൾ പങ്കുവെച്ച് കൊടുക്കണം, മറ്റുള്ളവർ കൂടെ കൊടുക്കണം. അതുകൊണ്ട് നിനക്ക് ഒരു കർമ്മം ചെയ്യാഞ്ഞാൽ അവനൊരു ദോഷവുമില്ല. ബ്രഹ്മാവ് മുതൽക്കുള്ള സകല ജീവികളിൽ ആരെയും ഒരു കാര്യത്തിന് വേണ്ടി ആശ്രയിക്കേണ്ടതുമില്ല. നമ്മൾ എങ്ങനെ വേണമെങ്കിലും കഴിഞ്ഞങ്ങ് പോകും. ആരെയും ആശ്രയിച്ച് ജീവിക്കണം ഒരു താല്പര്യം നമുക്ക് ഉണ്ടാകും. കാരണം നമ്മൾ നിറഞ്ഞവരാണല്ലോ. നിറമുള്ളവർക്ക് ഒന്നിനെ ആശ്രയിക്കേണ്ടി വരത്തില്ലല്ലോ. അതുകൊണ്ടാണ്. പിന്നെ ഈ ലോകത്ത് സമൂഹത്തിൽ കഴിയുമ്പോൾ എല്ലാം ഇതിപ്പം എനിക്ക് ആശ്രയിച്ചേ പറ്റൂ. ഇപ്പോൾ യൂട്യൂബിനകത്ത് പൈസ ഇടണമെങ്കിൽ ആരെങ്കിലും ആശ്രയിക്കണം. അതുപോലെ തന്നെ എന്തെങ്കിലും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എനിക്കിതിനെ പറ്റിയൊന്നും അറിയത്തില്ലല്ലോ. അന്നേരം ആരോടെങ്കിലൊക്കെ ചോദിച്ച് മനസ്സിലാക്കാണ്ട് ഞാൻ എങ്ങനെ നിങ്ങൾക്ക് തരാൻ പറ്റും? അല്ലാതെ ഇങ്ങനെ നേരിട്ട് ഇവിടെ അടുത്ത് വന്നിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനെ പറഞ്ഞു കൊടുക്കാം. പക്ഷേ നമുക്ക് ഫോൺ ചാർജ് ചെയ്യാനും അതിൻ്റെ വേണ്ട കാര്യങ്ങളൊക്കെ ആരുടെയും ചോദിച്ചും മനസ്സിലാക്കിയും ചെയ്ത് ഇടണ്ടേ? അങ്ങനെയുള്ള ആശ്രയങ്ങൾ മതി. അത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയാണ്, നമുക്ക് വേണ്ടിയല്ല. നമുക്ക് വേണ്ടി എന്തിനാണ്? നമുക്ക് ആഹാരം കഴിച്ച് വയറ് നിറഞ്ഞിരിക്കുന്നവന് പിന്നെ ആഹാരം കഴിക്കണ്ടല്ലോ. പക്ഷേ നമ്മുടെ ഉള്ള പങ്ക് മറ്റുള്ളവർ കൊടുക്കുമ്പോഴാണ് നമുക്ക് ആശ്രയിക്കേണ്ടി വരുന്നത്. അങ്ങനൊരു കാര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു ഒരു കാര്യവും ഒന്നും അവന് ചെയ്യേണ്ടതായിട്ടില്ല. ബ്രഹ്മാവ് മുതൽക്ക് സർവ്വ ജീവജാലങ്ങളും ആരെയും ആശ്രയിക്കേണ്ടതുമില്ല. അതാണ് ആ 18-ാമത്തെ നമ്മൾ വായിച്ചത്. അതുകൊണ്ട് 19 എന്താ പറയുക, അതുകൊണ്ട് ഫലത്തിൽ ആഗ്രഹം കൂടാതെ എപ്പോഴും ചെയ്യേണ്ടതായ കർമ്മങ്ങൾ ചെയ്യണം. അപ്പോൾ നമുക്ക് ഫലം ആഗ്രഹിക്കേണ്ട. വയറ് നിറഞ്ഞിരിക്കുന്നതാണ് ഇനി ചോറ് വേണം നമ്മൾ ചോദിക്കണം, ആഹാരം വേണം. അതുപോലെ ആധ്യാത്മികം നിറഞ്ഞിരിക്കുക. പിന്നെ നമുക്ക് എന്തിനു വേണ്ടി ചോദിക്കണം? നമുക്ക് നിറഞ്ഞിരിക്കുന്ന വ്യക്തിക്ക് വേണ്ടല്ലോ. പക്ഷെ നമുക്ക് ഫലം ആഗ്രഹിക്കാതെ മറ്റുള്ളവർക്ക് കർമ്മം ചെയ്ത് കാണിച്ചു കൊടുക്കണം. നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കണം. ഇപ്പം എൻ്റെ ഒരു തൊഴിൽ ഇതാണെങ്കിൽ ഞാൻ ഇത് എല്ലാവർക്കും പങ്കിട്ട് കൊടുക്കണം. ഞാൻ ഈ ചെയ്യുന്ന കർമ്മം നിങ്ങൾ ചിന്തിച്ചാൽ മാത്രം മതി. എനിക്ക് വേറൊരു തൊഴിലില്ലാത്തതുകൊണ്ട് ഈ ഒരു തൊഴിൽ, അതല്ല പാചകം എല്ലാം ചെയ്യാൻ, കറിയൊക്കെ വെക്കാനും പാചകം ചെയ്യാനൊക്കെ എൻ്റെ അടുക്ക വന്നാൽ ഞാൻ നന്നായി പറഞ്ഞു കൊടുക്കാം. പാകം ചെയ്യാനൊക്കെ എനിക്ക് നന്നായി അറിയാം. അപ്പോൾ അങ്ങനെ. അതല്ല തയ്യൽ പഠിക്കണോ, അതും എനിക്കറിയാം. സംഗീതത്തിൻ്റെ അങ്ങനൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും കുറച്ച് അറിയാമെന്നൊക്കെ കൊടുക്കാമല്ലോ. കുറേ സപ്തസ്വരങ്ങളൊക്കെ അറിയാം. അത് എന്തിനു വേണമെങ്കിലും കൊടുക്കാം. നമുക്ക് അറിവുള്ളതെല്ലാം കൊടുക്കാമല്ലോ. അതുകൊണ്ട് എന്ത് പറഞ്ഞു ഭഗവാൻ പറയുന്നു, എപ്പോഴും ചെയ്യേണ്ടതായ കർമ്മങ്ങൾ ചെയ്യണം. നമ്മൾ എപ്പോഴും എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് മതിയാക്കരുത്. നമുക്കൊന്നും വേണ്ടെങ്കിൽ പോലും ആ കർമ്മം ചെയ്യണം. ഫലം വേണ്ട, ഒരു കൂലിയും പറ്റണ്ട, എല്ലാവർക്കും മറ്റുള്ളവർ ചെയ്ത് കൊടുക്കുക. മക്കളെ വളർത്തണോ, അതാണോ തൊഴിൽ, അത് ചെയ്യുക. പക്ഷേ ഈശ്വരനെ അറിഞ്ഞു വേണം ചെയ്യാൻ. മക്കളെ വളർത്തി എൻ്റെ മക്കൾ വളർന്ന് ഡോക്ടറാവും, അല്ലെങ്കിൽ എഞ്ചിനീയറാവും, അല്ലെങ്കിൽ നല്ല ഒരു ധനികനാവും, അപ്പോഴും നമ്മളെ നോക്കിക്കൊള്ളും. അത് നോക്കിക്കൊള്ളൂ എന്ന് പറഞ്ഞാൽ മാത്രം വേണ്ട. ബാക്കിയൊക്കെ അവർ നന്നായി വരാൻ നമുക്ക് വേണ്ടുന്നതൊക്കെ എല്ലാം ചെയ്തു കൊടുക്കണം. പക്ഷെ അവരൊന്നും ഇങ്ങോട്ടൊരു ആഗ്രഹം വച്ചുകൂടാ. ഞാൻ എൻ്റെ മക്കളെ വളർത്തി ഇങ്ങനെ നന്നാക്കി വിടും, പക്ഷേ എന്നെ അവർ നോക്കിക്കൊള്ളും. ആ നോക്കിക്കൊള്ളുക എന്ന് പറഞ്ഞാൽ മാത്രം വേണ്ട.
അതിനെപ്പറ്റി ആഗ്രഹിക്കുകയേ വേണ്ട. അതാണ് കർമ്മങ്ങൾ ചെയ്യണം. എന്ത് കർമ്മവും ചെയ്യണം. നമുക്ക് ഫലം ഇങ്ങോട്ട് തരും എന്നുള്ള ചിന്ത വേണ്ട. അതിൽ പാത്രം അറിഞ്ഞ് ദാനം ചെയ്യാമെന്ന് പറഞ്ഞത് നമ്മൾ അറിയാത്തവർക്കാണ് നമ്മൾ ദാനം ചെയ്യാൻ. കാരണം അറിഞ്ഞവർക്കും ഉള്ളവർക്കും കൊടുത്താൽ അവരും തിരിച്ച് നമുക്ക് ഇങ്ങോട്ട് മടങ്ങി തരും. ആരും ഇങ്ങോട്ട് തരാതിരിക്കുന്ന ആൾക്കാരുണ്ട്, അവർക്ക് നമ്മൾ ചെയ്യുക. അതുകൊണ്ട് പാത്രം അറിഞ്ഞ് ദാനം ചെയ്യണം എന്ന് പറഞ്ഞത്. കാരണം നമ്മളെക്കാൾ എളിമയുള്ളവർക്ക്, എല്ലാവരും ഒരുപോലെ അല്ലല്ലോ. ഇപ്പം എന്നേക്കാൾ ഇച്ചിരിയെങ്കിലും മേലോട്ട് ഉള്ളവർക്ക് ഒട്ടും കൊടുത്തുകൂടാ, ദാനം ചെയ്തുകൂടാ. പക്ഷേ നമ്മളെക്കാളും അത്ര പോലും ഇല്ല എന്ന് കണ്ടാൽ നമുക്കത് ചെയ്തു കൊടുക്കണം. എന്തെങ്കിലും നമ്മളിൽ ഉണ്ടെങ്കിൽ അത് കൊടുക്കണം. അതാണ് പാത്രം അറിയുക എന്ന് പറയുന്നത്. അത് യഥാർത്ഥത്തിൽ അതിന് ദോഷമില്ല. അതേസമയം നമ്മളെക്കാളും ബുദ്ധിമുട്ടില്ലാതെ കഴിയുന്ന ഒരാൾക്ക് കൊടുത്താൽ ദൈവം നമ്മളെ ശിക്ഷിക്കത്തേ ഉള്ളൂ. കാരണം അവർക്ക് അതിൻ്റെ ആവശ്യം ഇല്ല. പക്ഷെ നമ്മൾ അടിച്ച് ഏൽപ്പിക്കുന്നത് തെറ്റാണ്. ആ സമയത്ത് ഇല്ലാത്തവർക്കാണ് കൊടുക്കാൻ. അതുകൊണ്ട് ആസക്തി കൂടാതെ കർമ്മം ചെയ്ത പുരുഷൻ മോക്ഷാർഹനായി ഭവിക്കുന്നു. അതുകൊണ്ട് കർമ്മങ്ങൾ നമ്മൾ എന്നും ചെയ്യണം. ഒന്നിനും ആഗ്രഹിച്ചല്ല. എല്ലാം നിറവാണ്. ആധ്യാത്മികമായാലും അതായത് ആത്മാവിൽ നിറവുള്ളവനായാലും ലൗകികമായ നിറവുള്ളവരായി അവർക്ക് ഒന്നും വേണ്ട. പക്ഷേ നമ്മൾ കർമ്മം ചെയ്യണം, ഫലം ആസക്തി കൂടാതെ എന്നും ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളൊന്നും വിഘ്നം ആവുന്നത് വരെ, ശരീരത്തിന് ആരോഗ്യം ഉള്ളത് വരെ മതി. അല്ലാതെ ചെയ്യണമെന്ന് ഭഗവാൻ പറയില്ല. നമുക്ക് നമുക്ക് 20ാമത്തെ ശ്ലോകം വായിക്കാം. കർമ്മണൈവ ഹി സംസിദ്ധി ആസ്ഥിതാ ജനകാദയ ലോകസംഗ്രഹം ഏവ അപി സംപശ്യൻ കർത്തൃമർഹസി. അതായത് ജനകൻ മുതലായ രാജർഷിമാർ. അപ്പം രാജർഷിമാർ എന്ന് പറഞ്ഞാൽ എന്താണ്? രാജാക്കന്മാർ ഋഷിവര്യന്മാരാവുന്നവരുണ്ട്. ഇപ്പം പരീക്ഷിത് മഹാരാജാവ് തന്നെ അവസാനം രാജാവായിരുന്നു, ഒടുക്കം മോക്ഷാർഹനായി പോയില്ലേ. അതുപോലെ ജനകൻ മുതലായ രാജർഷിമാർ നിഷ്കാമ കർമ്മം കൊണ്ട് തന്നെയാണ് സിദ്ധി പ്രാപിച്ചിട്ടുള്ളത്. അങ്ങനെ ഈ കർമ്മങ്ങൾ സിദ്ധി, ഈ രാജാക്കന്മാരായ ഋഷിവര്യന്മാർ സിദ്ധി കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരെന്താ ചെയ്തേ? നിഷ്കാമ കർമ്മം ചെയ്തിട്ടാണ്. ഫലം ആഗ്രഹിക്കാതെ കർമ്മം ചെയ്തു ഈ ഋഷിവര്യന്മാരായ രാജർഷിമാർ. അതുകൊണ്ട് ലോകത്തെ നിയന്ത്രിക്കുക എന്ന ഫലത്തെ തന്നെ കരുതിയിട്ടെങ്കിലും നീ കർമ്മം ചെയ്യേണ്ടതാണ്. അർജുനോട് പറയുന്നതാണ്. കാരണം യുദ്ധം ചെയ്യാതിരുന്നാൽ ലോകം നന്നാവൂ? വേണ്ടുന്ന കർമ്മങ്ങൾ ചെയ്യണ്ടേ? അദ്ദേഹത്തിന് പറഞ്ഞേക്കുന്ന കർമ്മം അതാണല്ലോ. അതിന് മടിച്ചിരുന്നാൽ പറ്റുമോ? അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു ലോകത്തെ നിയന്ത്രിക്കുക. ഇപ്പോൾ ലോകത്തെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ അത് ഞാൻ എന്നെ പറ്റി തന്നെ ഉദാഹരണം, അല്ല എനിക്ക് ഉദാഹരണം പറയാൻ പറ്റുന്നില്ല. ഇപ്പം ലോകത്തെ നിയന്ത്രിക്കുക വെച്ചാൽ യുദ്ധം ചെയ്ത് അദ്ദേഹത്തിൻ്റെ കർമ്മം അദ്ദേഹം നോക്കണം. എനിക്കിപ്പോൾ ഈ കർമ്മം തന്നേക്കുന്നു, ഭഗവാൻ തന്നതാണ്. നമ്മൾ തിരഞ്ഞെടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾക്കുള്ള ആഗ്രഹം ഉള്ളിൽ കിടന്ന് പിടപ്പ് ഭഗവാൻ ഇത് സാധിച്ചു തന്നു. അപ്പോൾ ഈ കർമ്മം ഈ ഭഗവത്ഗീത ഇതിങ്ങനെ പറയുന്നത് എനിക്ക് എന്താണ് എന്നിലുള്ള ഉള്ള അറിവ്, അതുകൊണ്ടല്ലോ ഉള്ള അറിവ് മതിയെന്ന്, അതുകൊണ്ടല്ലേ ഭഗവാൻ തന്നത്, ഇത് പറയാൻ എനിക്ക് അനുവാദം കിട്ടിയത്. അപ്പോൾ അതിന് സംരംഭം ഒരുക്കി തന്നത് ഭഗവാനല്ലേ, അല്ല എന്നെ കൊണ്ട് നിവർത്തിയുണ്ടോ? ഞാൻ ഈ വീട്ടിൻ്റെ വെളിയിലോട്ടിറങ്ങി പോകുന്ന ഒറ്റയ്ക്കെങ്ങും പോകാറുമില്ല. അപ്പോൾ അങ്ങനെയുള്ള എനിക്ക് ഇത്രയും നിൻ്റെ അടുക്ക എന്ന് വെച്ചാൽ എൻ്റെ അടുക്ക കൊണ്ടുവന്ന് ഇത്രയെല്ലാം സൗകര്യം ഉണ്ടാക്കി തന്നു ഭഗവാൻ. അപ്പോൾ അത് ഭഗവാന്റെ ആഗ്രഹമല്ലേ, എൻ്റെ ഉള്ളിലെ പിടപ്പ് അതുകൊണ്ടായിരിക്കും വന്നത്. അതുകൊണ്ട് ഞാൻ എന്നെപ്പറ്റി തന്നെ പറയാം. അപ്പോൾ ജനകൻ മുതലായ രാജർഷിമാർ നിഷ്കാമ കർമ്മം കൊണ്ട്, അത് ഫലം ആഗ്രഹിക്കാതെ ശരിക്കും കർമ്മം ചെയ്യും. കർമ്മങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ട്, കാരണം അദ്ദേഹത്തിന് കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റില്ല. നല്ല ശ്രേഷ്ഠന്മാരുടെ കർമ്മം ചെയ്യുന്ന കണ്ടിട്ടാണ് മറ്റുള്ളവർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് അത് പഠിക്കണം. മറ്റുള്ളവർ പഠിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ശ്രേഷ്ഠന്മാരായിട്ടുള്ളവർ കർമ്മം ചേർന്നാൽ അത് കണ്ട് ജനങ്ങളെല്ലാം നശിച്ചു പോകത്തില്ലേ കർമ്മം ചെയ്യാതെ? അതുകൊണ്ട് ഇങ്ങനെ തന്നെയാണ് കർമ്മം ചെയ്തിട്ട് തന്നെയാണ് സിദ്ധിയെ പ്രാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നിഷ്കാമ കർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഫലവും എന്ത് കർമ്മം ചെയ്താലും, ഇപ്പോൾ ഇത് തന്നെ ഞാൻ ഈ ഭഗവത്ഗീത വായിക്കുന്നു, ഞാനിത് നിഷ്കാമ കർമ്മമാണ് ചെയ്യുന്നത്. ഈശ്വരനും അതറിയാം, എനിക്കും അറിയാം. മറ്റുള്ളവർ അറിയുന്നില്ലെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് എന്നിലിരിക്കുന്ന ഞാനെന്നെ അറിഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ അത് അറിയാവുന്നതുകൊണ്ടാണല്ലോ ഇതെനിക്ക് തന്നത്. അപ്പോൾ അങ്ങനെയാണ്, അതാണ് നിഷ്കാമ കർമ്മം. അപ്പോൾ അങ്ങനെ ലോകത്തെ നിയന്ത്രിക്കുക എന്ന ഫലത്തെ തന്നെ കരുതിയിട്ടെങ്കിലും നീ കർമ്മം ചെയ്യണം. അപ്പോൾ എന്താണ് ലോകത്തെ നിയന്ത്രിക്കുക? ഇപ്പം ലോകം നിറച്ച് ജനങ്ങളുണ്ട്. ഒരു 10 പേരെങ്കിലും ചിലപ്പോൾ എൻ്റെ ഈ വാക്കുകൾ കേട്ട് നന്നാവുന്ന ലോകമല്ലേ, ഈ ലോകത്തുള്ളവരല്ലേ. ഇവിടെ എൻ്റെ വീട്ടിലുള്ളവരൊന്നും അല്ല. എവിടേക്കോ ചില മക്കളെന്നെ വിളിക്കാൻ പറയും, അമ്മേ ഞാൻ എവിടെ കിടക്കുന്ന, അമ്മ എവിടെ. ഇത്രയും കാര്യങ്ങൾ പറയാനും കേൾക്കാനും ഫോൺ വിളിച്ച് മനസ്സിലാക്കാനൊക്കെ എന്താ ഭഗവാന്റെ ഒരു കളി. കാരണം എന്താണ്? എന്നെ അറിയാത്ത വ്യക്തികൾ ഫോണിൽ കൂടെ സംസാരിക്കുമ്പോൾ അവരുടെ തുറന്നുള്ള കാര്യങ്ങളെല്ലാം എന്നോട് പറയും. അപ്പം നമ്മൾ ചിന്തിക്കണം, ലോകത്തുള്ള 1-2 പേരെങ്കിലും
എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ലല്ലോ. ഇത് അറിയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം അത് നന്ദികേടല്ലേ പറയുന്നത്. 4400 അല്ല 4050 പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇഷ്ടമുണ്ടായിട്ടല്ലേ. ഒരു വാക്കെങ്കിലും അവരത് മനസ്സിലാക്കിയിട്ട് ഇത് കൊള്ളാം അതുകൊണ്ടല്ലേ ചെയ്തത്. അവർക്ക് എന്നോട് അത്രമാത്രം താല്പര്യം, എന്നെ കണ്ടില്ലെങ്കിലും താല്പര്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ നന്ദികേടല്ലേ പറയുന്നത്. എനിക്ക് അങ്ങനെ വലിപ്പം പറയാൻ പറ്റാത്തതുണ്ടെങ്കിൽ പറഞ്ഞാൽ 1 2 മക്കളെന്ന് പറഞ്ഞ മക്കളെ അത് ക്ഷമിക്കൂ. അല്ലാതെ എത്രയോ പേര് കാണുന്നു, ലൈക്കൊക്കെ തന്നെ എത്ര പേര് കാണും. പക്ഷെ സബ്സ്ക്രൈബ് തന്നെ ചെയ്തത് അത്രയും പേരില്ലേ. അപ്പോൾ ഞാൻ 1 2 10 അല്ല, അത്രയും പേരെങ്കിലും ഈ ലോകത്തെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് എന്താ? ആധ്യാത്മികമായ ഉള്ള അറിവായാലും ഒരു വാക്കെങ്കിലും അത് കേട്ട് മനസ്സിലാക്കുന്ന ലോകത്തിൽ ഒരു കാര്യം ലോകത്ത് ഒരു കാര്യം മാത്രമല്ല, ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് വേണ്ടേ. ആധ്യാത്മികം അതിനിടയ്ക്ക് ഒന്ന് വേണം. അതുപോലെ പല പല കാര്യങ്ങളാണ്. അപ്പോൾ അതിനെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ആവശ്യം സാധിച്ചു കൊടുക്കുക എന്ന ഫലത്തെ തന്നെ കരുതിയിട്ടെങ്കിലും നീ കർമ്മം ചെയ്യണം. അർജുന, നീ അങ്ങനെയെങ്കിലും കരുതണം. നീ യുദ്ധം ചെയ്താലേ ഒരുപാട് ജനങ്ങൾ ഇങ്ങനെ വിഷമിക്കാതിരിക്കൂ. അവരുടെ കാര്യത്തിനെല്ലാം നമ്മൾ നോക്കണം. അല്ലെ സാധുക്കൾക്കൊക്കെ ദുഷ്ടന്മാരെ കൊണ്ട് നിറയുമ്പോൾ സാധുക്കൾ എന്ത് ചെയ്യും? അവർക്ക് ജീവിക്കണ്ടേ, ലോകത്തെ നമ്മൾ നിയന്ത്രിക്കണ്ടേ. അതുകൊണ്ട് നീ നിൻ്റെ കർമ്മം ചെയ്യുക. എനിക്ക് തന്ന കർമ്മം ഞാൻ നേരാവണ്ണം ഫലം കൂടെ ആഗ്രഹിക്കുക തന്നെ ഞാനും ചെയ്യുന്നു. 1 2 മക്കളെന്ന് പറയുന്നത് ഇപ്പം എന്നെ ഇപ്പം കുറച്ച് മക്കൾ വിളിക്കുമ്പോൾ എപ്പോഴും വിളിക്കൊണ്ട് ഞാൻ അത് ഓർത്തെന്നുള്ളതേ ഉള്ളൂ. മറ്റുള്ളവർ വിളിക്കണം നിർബന്ധമുണ്ടോ? അതൊന്നുമില്ല. എങ്കിലും അത്രയും പേര് എനിക്കുള്ള ഇത് ഒരു നേരമെങ്കിലും ഇഷ്ടമുണ്ടായിട്ടാണല്ലോ. ഇനി അത് കേൾക്കണം തോന്നില്ലെങ്കിൽ അവർ ചെയ്യത്തില്ല, ഈ സബ്സ്ക്രൈബ് ചെയ്യത്തില്ല. അപ്പോൾ അത്രയും പേര് എവിടേക്കോ നമ്മുടെ കേരളത്തിലോ എവിടേക്കോ കിടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെ ഓർത്താ മക്കളെ ചെയ്യണ്ടേ. അതാണ് ലോകത്തെ നിയന്ത്രിക്കുക എന്ന ഫലത്തെ തന്നെ കരുതിയിട്ടെങ്കിലും. അപ്പം ലോകം നിയന്ത്രിക്കണമെങ്കിൽ അർജുനൻ വിചാരിക്കണം, നന്നായി വിചാരിച്ചെങ്കിലേ, ദുഷ്ടന്മാരെയൊക്കെ നിഗ്രഹിച്ചെങ്കിലേ ഈ രാജ്യം നന്നാവൂ. അതാണ് നിയന്ത്രണം. അദ്ദേഹത്തിൻ്റെ തൊഴിൽ അതാണ്. ആധ്യാത്മികമായി ഈശ്വരനെ ധ്യാനിക്കാനിരിക്കുന്ന ഭക്തമക്കൾക്ക് ഒരു വാക്ക് ഭാഗവതം വായിക്കുമ്പോൾ ഒരു വാക്ക് അർത്ഥം അറിയണമെങ്കിൽ ദൈവമേ ഇത് എന്തുവാണെന്ന് അറിയാം. ഞാനും അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. ആരോട് പറയുന്നെന്നോ, പണ്ട് പറയും ആട്ടം കാണും പക്ഷെ കഥ അറിയില്ല. അത് തന്നെയാണ് എനിക്കും. അപ്പോൾ അങ്ങനെ എത്രയോ മക്കൾ വിഷമിക്കണ്ട. അപ്പം കുറച്ച് മക്കളെങ്കിലും അതിലേക്കൂടെ നേടിയെങ്കിൽ എന്ത് ഭാഗ്യമാ. ഞാൻ അതാ ചിന്തിക്കുന്നത്. അത് ആഗ്രഹിച്ചിട്ടല്ല, അതൊരു സന്തോഷവും ആനന്ദവുമാണ്. നമുക്കത് സന്തോഷകരമാണ്. അപ്പം ഫലത്തിലല്ല കാര്യം, നമുക്കുള്ള ആനന്ദമാണ്. ഇതൊരു സന്തോഷമാണ്. ഇത് ഭക്തമക്കൾ ഇത് അറിയുമ്പോൾ എന്തൊരു ആനന്ദമാണ്. അതിന് ഉദാഹരണം എനിക്ക് പറയാനുള്ള ശുഗമഹർഷി തന്നെയാണ്. പരിശുദ്ധ മഹാരാജൻ്റെ ആനന്ദം എത്രമാത്രം ഉണ്ട്. അയ്യോ ഇനിയെന്ന് പറയുമ്പോൾ ശുഗമഹാമാനെ അങ്ങോട്ട് കൊടുക്കാനും മറ്റേ ആളിനോട് ചോദിക്കാനും എന്തൊരു ആനന്ദ. ശുഗമഹർഷിക്ക് എത്രമാത്രം സന്തോഷവും ആനന്ദം. അത് തന്നെ മക്കളെ ഞാനും അനുഭവിക്കുന്നത്. ഞാനൊരു കൊച്ചു ശുഗമഹർഷി എന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, ലോകർക്ക് വേണ്ടിയെങ്കിലും നീ കർമ്മം ചെയ്യണം. നിനക്കൊന്നും വേണ്ട, ഓക്കെ നീ സുഖമായിട്ട് നിനക്കൊന്നും, എങ്കിലും നീ കർമ്മം ചെയ്യണം അർജുന. കാരണം ജനങ്ങൾ കഷ്ടപ്പെടും, ഒരുപാട് പേർക്ക് ആവശ്യമുണ്ട് നിന്നെ കൊണ്ട്. അതുകൊണ്ട് നീ ഫലത്തെ ആഗ്രഹിക്കേണ്ട, നിനക്കൊന്നോട്ട് വേണ്ട. താനും നീ എന്ത് ചെയ്യണം? ഫലത്തെ ആഗ്രഹിക്കാതെ ലോക നന്മയ്ക്ക് വേണ്ടിയെങ്കിലും നീ കർമ്മം ചെയ്തേ പറ്റൂ. അതാണ് ഓരോരുത്തർക്കും ദൈവം ഓരോ വഴി പറഞ്ഞിട്ട്. ഇപ്പം നമുക്ക് കൃഷി ചെയ്യുന്ന അതും നല്ലതാ. കൃഷി നമ്മൾ മുടങ്ങാതെ ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ പട്ടിണിയായി പോകും. എല്ലാവരും കൃഷി ചെയ്യുന്നവരില്ല. നമ്മൾ ഒരുപാട് കൃഷിക്കാരെ കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാ കർമ്മങ്ങളും അങ്ങനെ ലോക നന്മയ്ക്ക് വേണ്ടി ഒരു ഫലവും ആഗ്രഹിക്കുക ഭക്തന്മാർ എത്രയോ പേര് നല്ല നല്ല കൃഷി ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവരെന്താണ് ചെയ്യുന്നത്? അവർക്ക് പിന്നെ ഈ പറഞ്ഞൊക്കെ ജോലിക്കാർക്ക് കൊടുക്കണം, വളം ചേറാം, അതിന് എല്ലാം വേണം. അതിനൊരു നിശ്ചിതമായ ഒരു അനുഭവം എടുക്കുന്നത് അവർക്ക് വേണ്ടിയല്ല. അത് പിന്നെയും ചെയ്യണ്ടായോ? ഇന്ന് ചെയ്ത് പിന്നെ ഒന്നും ഫലം ആഗ്രഹിക്കുക വെച്ചാൽ അതിൻ്റെ ഫലം കിട്ടാതിരുന്ന അടുത്ത കൃഷി ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അതും ഇതോട്ട് വ്യത്യാസമുണ്ട്. എന്നാൽ അതിൽ നിന്ന് ദാനം ധർമ്മം ചെയ്യാം. ഒരുപാട് കൃഷിയുള്ളവർ ഇല്ലാത്തവർ കൊടുക്കാം, അത് നല്ലതാണ്. ഒരു ഫലവും ആഗ്രഹിക്കാതെ എത്രയോ സാധകർക്ക് ഞാൻ തന്നെ ഇവിടെ കണ്ടത്തിൽ ഈ ഇടക്ക് കൃഷി ചെയ്യുമ്പോൾ പയറിടുമായിരുന്നു. ഞാൻ പോയി ഒരു സഞ്ചിയും തൂക്കി ഇങ്ങനെ കൈ വെച്ചോണ്ട് കുനിഞ്ഞിടന്ന് മൊത്തവും പറിച്ചിട്ട് കൊണ്ടൊന്ന് നാട്ടുകാർക്ക് വിതരണം ചെയ്യുമായിരുന്നു. എനിക്കതിൻ്റെ എന്നുവെച്ചാൽ അവിടെ കണ്ടെത്തി കളയാൻ പറ്റത്തില്ല. ഞാൻ തന്നെ കഷ്ടപ്പെട്ട് പറിച്ച് കൊണ്ടുവന്ന് എവിടെയെല്ലാം കൊണ്ടാ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ചീര ഇവിടെ കൃഷി ചെയ്യുമ്പം എനിക്കെന്തിനാ ചീര എല്ലാം കൂടെ അതും ഇതുപോലെ കണ്ടിച്ചുകൊണ്ടെന്ന് ഓരോ വീട്ടുകാർക്ക് കൊണ്ട് കൊടുക്കുക ചെയ്യുന്നത്. അങ്ങനെ ഓരോരുത്തർക്ക് നമ്മളങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അതങ്ങനെ കൊണ്ടു കൊടുത്തുകൂടാത്തതാണ്. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യും. ഇവിടെ എന്തുണ്ടെങ്കിലും ഞാൻ കൊണ്ടാ കൊടുക്കാൻ, എല്ലാവരും വിളിച്ചല്ല കൊടുക്കുന്നത്, ഞാൻ കൊണ്ടു കൊടുക്കും. അതെൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു. വിചാരിക്കുമ്പോൾ കൊടുക്കുകയും വേണം, അപ്പോഴെന്നെ എനിക്ക് ഓടണം. അതുപോലെ നമ്മൾ പൊങ്കാലനിടട്ടെ, എനിക്ക് പിന്നെ അപ്പുറം ഇപ്പോൾ അന്നൊക്കെ മുടങ്ങാതെ ഒരു പൊങ്കാലുണ്ട്. എനിക്കത് എല്ലാവർക്കും പങ്കിട്ട് കൊടുത്ത് പിന്നെ എനിക്ക് സമാധാനം വരും. ഇങ്ങനെ ഓരോ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്.
അപ്പോൾ ഭഗവാൻ ഇങ്ങനെ പറയുമ്പോൾ നമ്മളെന്താ മനസ്സിലാക്കേണ്ടേ? നമ്മൾ മറ്റുള്ളവരുടെ നന്മയ്ക്ക്, ഈ ലോകത്തുള്ള എല്ലാവരും നമുക്കുള്ളവരാണ്, നാം തന്നെയാണ്. അവരും നല്ലതായിട്ട് ജീവിച്ച് അവർക്കും തൃപ്തികരമാവണം. അവരുടെ ഹൃദയത്തിലും ആത്മാവിലും അവർക്ക് വയറ് നിറയ്ക്കാനായാലും ലൗകികമായും ആധ്യാത്മികമായും നിറവ് അറിയാവുന്നവർ, ആധ്യാത്മികം അറിയാവുന്നവർ അത് പങ്കിട്ട് കൊടുക്കുക. അതല്ല മറ്റ് ലൗകികമായാണെങ്കിൽ അതും അതുപോലെ തന്നെ. എല്ലാം തൃപ്തികരമാവണം. നമുക്ക് തൃപ്തികരം ഉണ്ടെങ്കിലേ മറ്റുള്ളവർക്ക് കൊടുക്കാനും പറ്റൂ. അത് ആദ്യം നമ്മൾ തൃപ്തികരമാവുക, എന്നിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കാൻ ശ്രമിക്കുക. അല്ലാതെ തന്നെത്താനെ തിന്ന് വയറിറച്ച് പോകരുത്. അതാ ഭഗവാൻ പറഞ്ഞത്. നമുക്ക് വേണ്ടി മാത്രം ആഹാരം പാചകം ചെയ്ത് കഴിച്ചാൽ എന്ത് വരും? പാപിയ. അവർ പാപത്തെയാണ് ഭുജിക്കുന്നത്. നമ്മൾ കഴിക്കുന്ന ആ ആഹാരം പാപം തന്നെയാണ്. കാരണം നമ്മൾ ഒരു ജീവജാലങ്ങൾക്ക് പോലും കൊടുക്കാതെ അങ്ങനെ ചെയ്യുന്ന പാപം. അതുപോലെ തന്നെ ആധ്യാത്മികം. എൻ്റെ മനസ്സിൽ അങ്ങനെ തന്നെയാണ് എല്ലാവർക്കും. അപ്പോൾ ഇതൊന്നും വിളിച്ച് ഏൽപ്പിച്ചാൽ ആരും മേടിക്കത്തില്ല. അതാണ് നമുക്ക് അയൽവക്കത്തോ മറ്റുള്ളവർക്കൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. അല്ലെ ഒരു പരസ്യം അങ്ങനെ. ചില നാട്ടിലെ അതിനൊക്കെ ഒരു പ്രത്യേകത. ഈ നാട്ടിൽ അങ്ങനെ ഇതുവരെയും ഇങ്ങനെ ഒരു പ്രത്യേകിച്ച് അജ്ഞാന നാടാണ്. ഇന്നാരിന്നത് അങ്ങനെയൊക്കെയുള്ള അജ്ഞാനം കൊണ്ടുള്ള നാടാണ്. ദൈവികം എന്തെന്ന് അറിയാത്തൊരു നാടാണ്. പിന്നെ എങ്ങനെ നമ്മൾ ആർക്കും വിളിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. ഞാൻ പോയി നോക്കിയതാണ്. അതുകൊണ്ട് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു. നമുക്ക് 21-ാമത്തെ ഇത് വായിക്കാം. യദ്യദാചരതി ശ്രേഷ്ഠ തത് ദേവേ ഇതരോ ജന സയൽ പ്രമാണം കുരുതേ ലോകസ്തതനു വർത്തതേ. ഉയർന്ന നിലയിലുള്ള ആൾ, ഉയർന്ന നില വെച്ചാൽ വിദ്യ കൊണ്ട് ഉയർന്നു വരാൻ, ധനം കൊണ്ടും അത് പണം കൊണ്ട് എല്ലാം കൊണ്ട് ഉയർന്ന നിലയിലുള്ള ആൾക്കാരെ അങ്ങനല്ലേ പറയാം. പല വിധങ്ങളല്ലേ ജനങ്ങൾ. സാധാരണക്കാരുണ്ട്, അതിൽ താഴ്ന്നവരുണ്ട്, ധനികന്മാരുണ്ട്, വിദ്യ കൊണ്ട് ഉയർന്നവരുണ്ട്. അപ്പോൾ ഉയർന്ന നിലയിലുള്ള ആൾ ഏതേത് കർമ്മങ്ങൾ ചെയ്യുന്നുവോ അതിനെ തന്നെ മറ്റുള്ളവരും ചെയ്യുന്നു. ഒരു ഭക്തനായിരിക്കും, പക്ഷേ പാവപ്പെട്ടവൻ. സാധു എന്ന് പറഞ്ഞാൽ ഭക്തനെന്ന അർത്ഥം. അപ്പോൾ പാവപ്പെട്ട ആൾക്കാർ എന്തൊക്കെ ഗുണങ്ങൾ ചെയ്താലും ആരും അവൻ്റെ നന്മയും അവൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് തള്ളുന്നവരാ. അവരെന്ത് ചിലത് കണ്ടാലും പഠിക്കത്തില്ല. പക്ഷേ ഒരു സെലിബ്രിറ്റി പോലുള്ള എല്ലാവരും അറിയപ്പെടുന്ന ഒരു കേമനാണ്, ഒരു ഈ നാട്ടിലെ ഒരു പ്രമാണി, ഒരു ധനികനാണ്. അവരെ എല്ലാവരും ഇട്ട് പൂജിക്കുമല്ലോ, കാരണം ധനവാനല്ലേ. അപ്പം പിന്നെ ഉയർന്ന നിലയുള്ള വിദ്യാഭ്യാസം ഉള്ളവരാണെങ്കിൽ അവരും എന്ത് പറഞ്ഞാലും അംഗീകരിക്കും. അവന് ഇത്ര വിദ്യാഭ്യാസം ഉണ്ട്, അതുകൊണ്ട് അത് നമുക്ക് കേൾക്കണം. അതുകൊണ്ട് അങ്ങനെ ധനം കൊണ്ടായാലും വിദ്യ കൊണ്ടായാലും ഉയർന്ന നിലയിലുള്ള ആൾ അങ്ങനെയുള്ളവരുടെ ഏതേത് കർമ്മങ്ങൾ ചെയ്യുന്നു, അവരെന്താ കർമ്മം ചെയ്യുന്നത് അതിനെ തന്നെ മറ്റുള്ളവരും ചെയ്യുന്നു. ഇന്നാര് ചെയ്യുന്നു, നമുക്കും അത് ചെയ്യണം. അങ്ങനെ അതൊരു പ്രോത്സാഹനം പോലെ. കാരണം നമ്മളെപ്പോഴും അവരെ നോക്കിയാണ് ഇരിക്കുന്നത്. ഇന്നടത്ത് ഇന്നാര്, നമുക്കതൊരു പ്രത്യേകത തന്നെയാണ്. അപ്പോൾ അവർ ചെയ്യുന്ന ഒരു ധനികനാണെങ്കിൽ അവരെന്തൊക്കെയാണ് ചെയ്യുന്നത്? ആ ധനികൻ നല്ല കർമ്മങ്ങളാണ് ചെയ്യുന്നത്. ധനം കൊണ്ട് എല്ലാവരും സൽക്കർമ്മങ്ങളൊക്കെ ചെയ്ത് എല്ലാവർക്കും ദാനങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ അയ്യോ അയാൾ നല്ല ധനികനാണ്, പക്ഷെ അങ്ങനെ എന്ത് നല്ല ഗുണങ്ങളാണ് ചെയ്യുന്നത്, എത്ര സാധുക്കൊക്കെ അന്നദാനം കൊടുക്കുന്നത്, എന്തെല്ലാം, അപ്പോൾ നല്ലൊരു മനുഷ്യനാണ് എന്ന് നമ്മൾ പറയത്തില്ലേ. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? നമ്മളത് കണ്ടിട്ട് നമ്മളാൽ ഒക്കുന്ന ദാനധർമ്മം നമ്മളും ചെയ്യാൻ നോക്കും. അതുപോലെ തന്നെ ഒരു വിദ്യയുള്ള ആൾ ഇതുപോലെ തന്നെ നല്ലതായിട്ട് പഠിച്ച് നല്ല അറിവുള്ള ഒരാളാണെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന കർമ്മം എന്തായിരിക്കും? ചിലപ്പോൾ വിദ്യാഭ്യാസം തന്നെ മറ്റുള്ളവർ കൊടുക്കുന്നതായിരിക്കും. അപ്പോഴെന്ത് ചെയ്യും? അദ്ദേഹം നല്ല കർമ്മങ്ങളാണ് ചെയ്യുന്നത്. നല്ല കർമ്മങ്ങൾ വെച്ചാൽ എന്താണ്? ഫലം ആഗ്രഹിക്കാതെ, അല്ലെങ്കിൽ ഒരു നിശ്ചിതമായ ഒരു ഫലം, വലിയ കടുംപിടുത്തം ഇല്ലാതെ അദ്ദേഹം കുറേ കുട്ടികളെ പഠിപ്പിക്കുകയാണെന്ന് കണ്ടു. അപ്പോൾ അയ്യോ ആ സാറോ എത്ര നല്ല മഹാനാ, അദ്ദേഹത്തിന് അന്നെ എന്ത് നന്നായി പഠിപ്പിക്കുകയും ചെയ്യും. ആർക്കും അയാളെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് കുട്ടികളെ കൊടുക്കും. കുട്ടിക്ക് വിഷമം വന്നാൽ മക്കളെ നിങ്ങളെല്ലാം കഴിച്ചോ, രാവിലെ എന്ത് കഴിച്ചാണ് വന്നത്, ഇങ്ങനെയൊക്കെ അധ്യാപകന്മാർ ചോദിക്കുന്നില്ലേ. അവരെന്ത് ചെയ്യും? കുട്ടികൾ വരും, സാറ് ക്ലാസ്സിൽ കയറുമ്പോഴേ കുട്ടികൾ എന്തുകൊണ്ട് ചെല്ലാൻ നോക്കണം, മുഖത്തിന് ക്ഷീണമുണ്ടോ, അവരെന്തെങ്കിലും കഴിച്ചോ, നിങ്ങൾ എന്ത് കഴിച്ചു, എങ്ങനെ വന്നു, ഇതൊക്കെ നമ്മളത് അന്വേഷിക്കണ്ടേ. അതാണ് യഥാർത്ഥ ഒരു അധ്യാപകൻ്റെയും കടമ. ഒരു രക്ഷാകർത്താവാവണം എല്ലാ കുട്ടികൾക്കും, ഒന്നിനോടൊന്ന് മാത്രമല്ല എല്ലാവരോടും. അപ്പോഴതിന് നന്ദൊരു രസം. അപ്പോൾ എല്ലാ സാറന്മാരും ഇദ്ദേഹത്തിന് നല്ല പ്രസിദ്ധി വരും. ഇന്ന സാറോ, അതായത് യഥാർത്ഥ നല്ല അധ്യാപകനാണ്. കാരണം കുട്ടികളോട് കാണിക്കുന്ന സ്നേഹം, എത്ര പെരുമാറ്റമാണ്. അവർക്ക് വിശപ്പുണ്ടെങ്കിൽ കടയിൽ വിളിച്ചുകൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ വണ്ടിയിലിരുത്തി കൊണ്ടുപോവുകയും ചെയ്യും. അതുപോലെ തന്നെ പിള്ളേർക്ക് വയറിറച്ച് ആഹാരം വാങ്ങിച്ച് കൊടുക്കുകയും ചെയ്യും. എത്ര നല്ല ജ്ഞാനിയാണ്. അത് ആരെല്ലാം അത് പുറമേ അറിയുന്നത്. അപ്പം ആ സാറിനെ കൊണ്ട് അതാണ് വിദ്യ. വിദ്യ വെറുതെ കിട്ടിയിട്ട് കാര്യമില്ല. ഇങ്ങനെ ഒന്നും ചെയ്യാത്തവർക്ക് അത് കണ്ടാരും പഠിക്കത്തുമില്ല. ഇങ്ങനെയുള്ളൊരു നല്ല ഒരു മഹാനാണ്. ഒരു വിദ്യ ഉണ്ടെങ്കിൽ ആധ്യാത്മികമായാലും അത് തന്നെ. ഇതുപോലെ നമ്മൾ ആർക്കും വിളിച്ച് കൊടുക്കണം.
അപ്പോഴാണ് പറഞ്ഞത്, അയ്യോ അപ്പോൾ ആ സാറിൻ്റെ ഗുണം മഹിമ എല്ലാവരും മനസ്സിലാക്കുമ്പോൾ ഈ കുട്ടികൾ വിചാരിക്കും എനിക്കും പഠിച്ച് ഇതുപോലെ സാറിനെ പോലെ ആകണം, എനിക്കും കുറേ കുട്ടികൾക്ക് ക്ലാസ് എടുക്കണം, ഗവൺമെൻറ് ജോലി കിട്ടില്ല ഞാൻ ട്യൂഷനെങ്കിലും എടുക്കാം, കുട്ടികൾക്ക് അറിവില്ലാത്ത കുട്ടികൾക്ക് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ച് അവർക്ക് വിശപ്പുണ്ടെങ്കിൽ അതിൻ്റെ ആഹാരങ്ങൾ കൊടുത്ത് എല്ലാം തിരക്കി അറിഞ്ഞ് അവരുടെ ഗുണങ്ങളും അവരുടെ ദോഷങ്ങളും എല്ലാം മനസ്സിലാക്കുന്ന ഒരു സാറ്. അപ്പോൾ ആരെ കണ്ട് പഠിച്ചു? നല്ലൊരു അധ്യാപകനെ കണ്ട് പഠിച്ചു. അത് കണ്ടിട്ട് മറ്റ് അധ്യാപകന്മാരും കുശുമ്പില്ലാത്തവർ പഠിക്കും. പക്ഷെ കുശുമ്പിന്ന് ലോകം മൊത്തം കുശുമ്പ് അസൂയാണല്ലോ, ഇയാൾ ഇത്ര കേമനാവുന്നു നമുക്ക് എന്ന് കാണുന്നവരുണ്ട്. പക്ഷെ അത് കണ്ട് പഠിക്കുന്ന ഒരുപാട് പേരുണ്ട്. ആ സാറിൻ്റെ മഹിമ കണ്ട് എത്രയോ നല്ലവർ സാർമാരത് പഠിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ഉയർന്ന നിലയിലുള്ള ആളുകൾ ഏതേത് കർമ്മങ്ങളാണ് ചെയ്യുന്നുവോ അതിനെ തന്നെ മറ്റുള്ളവരും ചെയ്യുന്നു. ശ്രേഷ്ഠന്മാർ ഏതിനെ പ്രമാണിക്കുന്നുവോ അതിനെ തന്നെ ലോകം അനുസരിക്കുന്നു. അപ്പം ശ്രേഷ്ഠന്മാരെന്ന് പറഞ്ഞാൽ എന്താണ്? ധനം കൊണ്ടായാലും ശ്രേഷ്ഠനാവണം. അദ്ദേഹം എന്താ നല്ല കർമ്മങ്ങളായിരിക്കും ചെയ്യുന്നത്, അല്ല ചീത്ത കർമ്മമൊന്നും ആരും പഠിക്കത്തില്ല. ധനം കൊണ്ട് ആർക്കും ഒരു സഹായം ചെയ്യാണ്ട് വേറും എന്താ പറയുക നീചന്മാരുടെ സ്വഭാവം കാണിച്ച് ആരെങ്കിലും ആ ധനവാനെ കൊണ്ട് പഠിക്കുമോ? നമുക്ക് കണ്ണെടുത്താൽ പോലും കണ്ടാതെ വരും. ആർക്കും ഉപകാരമില്ല, പിന്നെ അയാൾ ആരും മൈൻഡ് ചെയ്യാനാ? പക്ഷേ ധനം കൊണ്ട് എല്ലാവരും ദാനധർമ്മങ്ങൾ ചെയ്യും, വേണ്ടതെല്ലാം കൊടുക്കുമ്പോൾ ആ മഹിമാവ അതാ ശ്രേഷ്ഠൻ. എന്തിനും ശ്രേഷ്ഠതയുണ്ട്. ധനം കൊണ്ട് ശ്രേഷ്ഠനാവാം, അതുപോലെ വിദ്യ കൊണ്ട് ശ്രേഷ്ഠനാവാം. വിദ്യ ശ്രേഷ്ഠനായി മാറുമ്പോൾ ആ വിദ്യ മറ്റുള്ളവർ കൊടുക്കുമ്പോഴാണ് ശ്രേഷ്ഠത വരുന്നത്. ആധ്യാത്മികം ശ്രേഷ്ഠമാകുന്നത് മറ്റുള്ളവർക്ക് ദാനധർമ്മങ്ങളായിട്ട് ഇതുപോലെ കൊടുക്കുമ്പോഴാണ്. മറ്റുള്ളവർക്കൂടെ ഇത് വയറ് നിറച്ചുകൊണ്ട് കൊടുക്കണം, നമ്മൾ നിറഞ്ഞെങ്കിലേ അവർക്ക് കൊടുക്കാൻ പറ്റൂ. ശ്രേഷ്ഠൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വിദ്യ കൊണ്ട് ശ്രേഷ്ഠൻ ആർക്കെങ്കിലും കൊടുക്കാതിരിക്കുന്നത് മനസ്സുണ്ടാവത്തില്ല. ആധ്യാത്മികം പ്രത്യേകിച്ച് അങ്ങനെയാണ്. അത് യഥാർത്ഥ ജ്ഞാനിക്ക് ആ ശ്രേഷ്ഠത വരത്തുള്ളൂ. ആ ജ്ഞാനി എന്താണ്? അസൂയം കുശുമ്പും ഇല്ലാതെ സർവ്വതും ഈശ്വരൻ്റെ ഗുണങ്ങളോട് കൂടി ഇരിക്കുന്നതാണ് ശ്രേഷ്ഠൻ എന്ന് പറയുന്നത്. അല്ല വെറുതെ ഊപ്പായിട്ട് കുറേ ആധ്യാത്മികം കുറേ പുസ്തകങ്ങൾ വായിച്ച് പഠിച്ചിട്ട് ശ്രേഷ്ഠനാവത്തില്ല. അദ്ദേഹത്തിൻ്റെ കയ്യിലെ പ്രവൃത്തിയാണ് ശ്രേഷ്ഠനാക്കുന്നത്. ആ പ്രവൃത്തി കൊണ്ടാണ് നമ്മൾ മനസ്സിലായോ അത് ശ്രേഷ്ഠനാണെന്ന്. അധ്യാപകൻ ആർക്കും ഒരു ഉപകാരം ചെയ്യില്ലെങ്കിൽ ഒരു ശ്രേഷ്ഠതയും ഉണ്ടാവത്തില്ല. അദ്ദേഹത്തിൻ്റെ കയ്യിലെ മഹിമ എങ്ങനെയാണ്? പ്രവൃത്തി കൊണ്ടാണ് നമ്മൾ അദ്ദേഹം അയ്യോ അത് ശ്രേഷ്ഠനാ, ഒരു മഹാത്മാവാ, അദ്ദേഹം പഠിച്ച് എത്ര പേർക്ക് അദ്ദേഹം ഗുണം ചെയ്യുന്നത്, എത്ര കുട്ടികളാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിട്ട് വന്ന് അത്ര പേരെ അവർക്ക് ജോലിയൊക്കെ ആവുന്ന അദ്ദേഹത്തിൻ്റെ കീഴിൽ പഠിച്ചവർ ആനന്ദത്താൽ അവർ ഒരു അധ്യാപകൻ്റെ രീതിയിലല്ല, ഒരു പിതാവെന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു മാതാവെന്ന നിലയിലാണ് അവരെ കുട്ടികളെ പഠിപ്പിക്കുന്നത്. ഗവൺമെൻറ് ശമ്പളം മാത്രം വാങ്ങിച്ച് അതിന് ആദായം പറ്റി ഫലം ആഗ്രഹിച്ച് കഴിയുന്നവർ അതിന് ചെയ്യത്തില്ല. എനിക്ക് മാസം ശമ്പളം കിട്ടും എന്തെങ്കിലും അവിടെ കാട്ടിക്കൂട്ടും, അങ്ങനെ എത്രയോ സാറന്മാരുണ്ട്. അവരൊന്നും ശ്രേഷ്ഠതയല്ല. പക്ഷേ ശമ്പളം പറ്റാതെ ജീവിക്കാൻ ഒക്കത്തില്ല. ശമ്പളം വാങ്ങിച്ചുകൊണ്ട് ഒന്നും ജനങ്ങൾക്ക് നന്മ കൊടുക്കാതിരിക്കുന്ന ശ്രേഷ്ഠത എങ്ങനെയാണ്? ഇതുപോലെ നന്മ പ്രവർത്തിക്കണം. ഇല്ലാത്ത കുട്ടികൾക്ക് ഫീസ് കൊടുക്കാൻ നിവർത്തിയില്ലയോ? അത് ചെയ്യണം. പുസ്തകം വാങ്ങിക്കാൻ നിവർത്തിയില്ലയോ? അത് ചെയ്തു കൊടുക്കണം. ആഹാരം ഇന്ന് കഴിച്ചോ കുട്ടി? മുഖം നോക്കുമ്പോൾ ക്ഷീണമുണ്ട്, എന്താ മക്കളെ നീ ഒന്നും കഴിച്ചില്ലേ? വാ നിനക്ക് ഞാൻ കാപ്പി വാങ്ങിച്ചു തരാം. അങ്ങനെ ചെയ്ത സാർമാരുണ്ട് ലോകത്ത്. അതൊക്കെയാണ് ശ്രേഷ്ഠന്മാർ. അപ്പം അങ്ങനെ വിദ്യയുടെ ശ്രേഷ്ഠത അതാണ്. അല്ലാതെ ആർക്കും ഉപകാരം ചെയ്യാത്തൊരു ശ്രേഷ്ഠനാവത്തില്ല. അപ്പോൾ ഈ ശ്രേഷ്ഠന്മാർ ഏതിനെ പ്രമാണിക്കുന്നുവോ അതിനെ തന്നെ ലോകം അനുസരിക്കുന്നു. നല്ല ജനങ്ങൾ അത് കണ്ടു പഠിക്കും. എനിക്കും ഇങ്ങനെ ആകണം ഈ സാറിനെ പോലെ. അല്ലെങ്കിൽ ദാനധർമ്മം എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഡോക്ടറാകുന്നത്, എനിക്ക് സൗജന്യമായിട്ട് ഒരുപാട് രോഗികളെ ചികിത്സിക്കണം. എത്ര ശ്രേഷ്ഠതയത്! ഒരു പൈസയും പറ്റാതെ എത്രയോ നല്ല നല്ല ഡോക്ടർമാരുണ്ട് ലോകത്ത്. അപ്പോൾ അങ്ങനെയുള്ളവരാണ് ശ്രേഷ്ഠതയാവുന്നത്. അത് ഭഗവാന്റെ മുമ്പിൽ ശ്രേഷ്ഠം തന്നെയാണ്. ജനങ്ങളും അതിനെ അംഗീകരിക്കുന്നുണ്ട്. എങ്ങനെ അനുകരിക്കും? നന്മ അനുകരിക്കും. അതുകൊണ്ട് നീ ലോകത്തിന് വേണ്ടിയെങ്കിലും ലോക നന്മയ്ക്ക് വേണ്ടിയെങ്കിലും ലോകത്തെ നിയന്ത്രിക്കാൻ അതുകൊണ്ട് നീ യുദ്ധം ചെയ്ത് നിന്റെ കർമ്മം ചെയ്യണം. അപ്പം നമ്മളെന്ത് പഠിക്കണം? നമുക്കെന്താണ് നമ്മുടെ ജോലി? നമുക്ക് അരിയും കറിയും വെപ്പാണോ? വയ്യാത്ത ആളുള്ള അയ്യോ നിങ്ങൾക്കിന്ന് ഒന്നും കഴിച്ചില്ലയോ വെച്ചില്ലയോ, ഞാൻ വെച്ച് തരാം. നമ്മളൊക്കെ ദൂരെയൊക്കെ പോകണമെന്നല്ല, നമ്മുടെ തൊട്ടടുത്തൊരു വീടുണ്ട്, അവിടെ അന്നും വെച്ചതും കുടിച്ചതും ഇല്ല, വയ്യാതെ കിടക്കുക. നമ്മളെന്ത് കണ്ടുകൊണ്ടിരിക്കും? ഒന്നേ നമ്മുടെ വീട്ടിൽ വേവിച്ചത് ഇപ്പം കൊണ്ട് കൊടുക്കുക. അതല്ലെങ്കിൽ നമുക്ക് അവിടെ എന്താണെന്ന് വെച്ചാൽ അതിൽ അല്പം ചെയ്ത് കൊടുക്കുന്ന വല്ല കുറച്ചിലും വരുമോ? അങ്ങനെ ഉള്ള ഓരോ കർമ്മങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്താണ് പറഞ്ഞുള്ളത്? ഒന്നും ഇല്ലേ, ഒന്നും ചെയ്യണ്ട, ഒന്നും അറിയാഞ്ഞിട്ടല്ലയോ? അതുകൊണ്ട് ഭഗവാൻ ഇങ്ങനെ പറയുന്നു. എന്ത് നല്ല അറിവായി ഭഗവത്ഗീത. സത്യത്തിൽ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതൊക്കെ പഠിക്കാൻ ഞാൻ എന്തൊരു ദോഷമാണ്. ഇതൊക്കെ നമ്മൾ പഠിക്കണ്ടേ? എല്ലാ കുട്ടികളും നന്നാവണ്ടേ? എല്ലാ മനുഷ്യരും ഒന്നുപോലെ എല്ലാവരും നാം തന്നെയാണ് സർവ്വത്തിലാകുമ്പോൾ നമ്മൾ ആരെങ്കിലും തഴഞ്ഞു കളയാൻ പറ്റുമോ? എല്ലാം ഈശ്വരപൈതങ്ങളാണ്. നമ്മളെല്ലാം ഒരേ സഹോദരന്മാരാണ് ഈ ലോകം മൊത്തം. അപ്പോൾ ആരെങ്കിലും നശിക്കാൻ ആഗ്രഹിക്കൂ? എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ മക്കളാണ്, ആ മക്കൾ നശിക്കാൻ നമ്മൾ ആഗ്രഹിക്കും. അത് തന്നെയാണ് നാം തന്നെയല്ലേ എല്ലാത്തിനും.
അതുകൊണ്ട് ലോകം അനുസരിക്കുന്നു. എങ്ങനെ ശ്രേഷ്ഠന്മാരായ ജനങ്ങൾ ചെയ്തു കൊടുക്കുന്ന കണ്ടാൽ അതുപോലെ അനുകരിക്കും. 22 നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന അവാപ്തവ്യം വർത്തയേവ ച കർമ്മണി. അല്ലയോ അർജുന, എനിക്ക് 3 ലോകങ്ങളിലും ചെയ്യേണ്ടതായിട്ട് ഒന്നുമില്ല ഭഗവാൻ പറയുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായിക്കോട്ടെ, ഭഗവാൻ പറയുന്നത് എനിക്ക് ത്രിലോകങ്ങൾ വെച്ച് ഒന്നും തന്നെ ചെയ്യാൻ, കാരണം ഭഗവാൻ എല്ലാം തൃപ്തികരമാണ്. അങ്ങനെ അതാണല്ലോ ഭഗവാനാണല്ലോ ലോകത്തിലെ പിതാവ് 1-ാം സ്ഥാനം കിട്ടിയേക്കുന്ന ഒരാൾ. അത് കണ്ടല്ലേ നമ്മളെല്ലാം പോകെ ഇങ്ങനെ പഠിച്ചു വരുന്നത്. ഭഗവാനല്ലേ ഉപദേശങ്ങളെല്ലാം ഇങ്ങനെ തരുന്നത്. അതുകൊണ്ട് നമ്മളൊക്കെ ഇങ്ങനെ ആയത്. ഇത് വായിക്കും നമ്മളും അങ്ങനെ ആകുന്ന ആ പ്രവൃത്തി നമ്മളിലും വരണം. പ്രവൃത്തി വരാണ്ട് വായിച്ച് പഠിച്ചിട്ട് കാര്യമില്ല. അപ്പോഴല്ലയോ അർജുന, എനിക്ക് ഭഗവാൻ കൃഷ്ണൻ പറയുന്നു, എനിക്ക് 3 ലോകങ്ങളിലും ചെയ്യേണ്ടതായിട്ട് ഒന്നുമില്ല. പരമാത്മാവാണ് ഭഗവാൻ കൃഷ്ണൻ. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ ആരാ? ആ പരബ്രഹ്മമാണ്, ജ്ഞാനായവനാണ്. നമ്മളിലും ഉണ്ട്, നമ്മളിലൊക്കെ അല്പാൽപ്പേ ഉള്ളതേ ഉള്ളൂ. ഭഗവാൻ യഥാർത്ഥ 100% പരമാത്മാവായി നിൽക്കുന്നു ഭഗവാൻ കൃഷ്ണനിൽ. ആ കൃഷ്ണനിൽ സർവ പരബ്രഹ്മം യഥാർത്ഥമായി ഉണ്ട്. നമ്മളിലൊക്കെ അല്പാൽപ്പം അപ്പോൾ ഭഗവാൻ 100% നമുക്ക് 1% കാണുന്നേ ഉള്ളൂ. സത്യം എല്ലാവരിലും ഉണ്ട്, എല്ലാ ജീവജാലങ്ങളിലും ഉണ്ട്. പക്ഷെ നമുക്ക് 1% ഉള്ളൂ. നമുക്കൊരു 50 ഉണ്ടെങ്കിൽ ഒന്നുകൂടെയൊക്കെ നന്നായി ഇപ്പോൾ ഈ രാജർഷി എന്നൊക്കെ പറഞ്ഞ പോലെ നല്ലൊരു ജ്ഞാനിയാകാം. അങ്ങനെ ആകാമെങ്കിൽ കൊള്ളാം. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു 3 ലോകങ്ങളിലും വെച്ച് ചെയ്യേണ്ടതായിട്ട് ഒന്നുമില്ല. അപ്പോൾ ഭഗവാൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? ഒരു കർമ്മവും ചെയ്യേണ്ടതായിട്ടില്ല. കർമ്മം കൊണ്ട് പ്രാപിക്കേണ്ടതും പ്രാപിച്ച് കഴിയാത്തതുമായി ഒന്നും തന്നെയില്ല. അപ്പോൾ ഇനി കർമ്മം കൊണ്ട് എനിക്ക് പ്രാപിക്കാനും ഒന്നുമില്ല, പ്രാപിച്ച് കഴിയാത്തതുമായി ഒന്നുമില്ല. അപ്പോൾ എല്ലാം പ്രാപിച്ച് കഴിയുന്നല്ലേ എൻ്റെ അർത്ഥം. കർമ്മം കൊണ്ട് പ്രാപിക്കേണ്ടതായിട്ട് ഇനി ഒന്നുമില്ല, പ്രാപിച്ച് കഴിയാത്തതുമായി ഒന്നും തന്നെയില്ല. അപ്പോൾ എല്ലാം ഉണ്ടെന്നല്ലേ എൻ്റെ അർത്ഥം. നിറഞ്ഞു കവിഞ്ഞ ഒരാളല്ലേ, തൃപ്തികരമല്ലേ. എങ്കിലും ഞാൻ കർമ്മങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. അപ്പോൾ ഭഗവാൻ ഇതൊന്നും ചെയ്യേണ്ടതായിട്ടില്ല, ഇനിയോട്ട് ഒന്നും വേണ്ടതായിട്ടില്ല. എപ്പോഴും നിറഞ്ഞ് കവിഞ്ഞിരിക്കുന്ന ആളിന് പിന്നെ എന്ത് വേണം, എന്തും ചെയ്യണോ? എന്നിട്ട് പോലും ഭഗവാൻ എന്ത് പറയുന്നു? എങ്കിലും ഞാൻ കർമ്മങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ട് തന്നെ ഇരിക്കുന്നു. എന്താ കാരണം? ഭഗവാൻ കർമ്മം ചെയ്തില്ലെങ്കിൽ നമ്മളെല്ലാവരും നശിച്ചു പോവും. നമ്മളും കർമ്മം ചെയ്ത് ജനിച്ച ഉടനെ ഇങ്ങനെ ഇരിക്കും, ഉറക്കം തൂങ്ങി എനിക്ക് എന്താ ഭഗവാനൊന്നും ചെയ്യുന്നില്ലല്ലോ. ഭഗവാനല്ലേ ആദിനാഥനല്ലേ, ആദി നായകനല്ലേ. അവിടെ ഇല്ലെങ്കിൽ ഇവിടെ ഇല്ല. അവിടെ നിന്നാണ് ഇതെല്ലാം ഉത്ഭവിച്ചത്. അതുകൊണ്ട് ഭഗവാൻ അവിടെ ചെയ്തില്ലെങ്കിൽ നമ്മളാരും, അവിടെ നിന്ന് ശ്വസിച്ചെങ്കിൽ നമ്മൾ ശ്വസനമില്ല. ഭഗവാൻ ശ്വസിക്കണം, അന്നേരം നമുക്ക് ശ്വസിക്കാൻ പറ്റൂ. അതുപോലെയാണ് സർവ്വതും. ഭഗവാൻ അനങ്ങിയില്ലേ നമുക്കും അനങ്ങാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ ചിന്തിക്കണം, ഭഗവാൻ ചെയ്യേണ്ടതായിട്ട് ഒന്നും തന്നെയില്ല, എന്നാൽ ഭഗവാൻ എല്ലാം ചെയ്യുന്നു, കർമ്മം ചെയ്യുന്നു. എങ്കിലും ഞാൻ കർമ്മങ്ങൾ പ്രവർത്തിച്ചു കൊണ്ട് തന്നെ ഇരിക്കുന്നു. യദിഹ്യഹം ന വർത്തേയം ജാതു 23 ജാതു കർമ്മണ്യതേന്ദ്രിത മമ പത്മാനുവർത്തന്തേ മനുഷ്യ പാർത്ഥ സർവശ. ഹേ അർജുന, ഞാൻ ഒരിക്കലും മടിയില്ലാത്തവനായി കർമ്മത്തിൽ വർത്തിക്കയില്ല. എന്തൊരു നല്ലൊരു എനിക്ക് അത് ഓർക്കാൻ വയ്യ. ഭഗവാൻ പറയുന്നു, ഹേ അർജുന, ഞാൻ ഒരിക്കലും മടിയില്ലാത്തവനായി കർമ്മത്തിൽ വർത്തിക്കയില്ല. എങ്കിൽ മനുഷ്യർ എല്ലാവരും എൻ്റെ മാർഗത്തെ അനുസരിക്കും. എന്താ കാരണം? ചിലർ എന്താണെന്നറിയാമോ? കൂലി കിട്ടാമെങ്കിൽ എങ്ങനെയെന്ന് ഉത്സാഹത്തിൽ ചെയ്യും, കൂലി ഇല്ലെങ്കിലോ ഉളപ്പി ചെയ്യും. ഭഗവാൻ അങ്ങനെയല്ല. കൂലി കിട്ടുന്നതിന് വേണ്ടി ആർത്തി പിടിച്ച് ചെയ്യുന്നതിനേക്കാൾ നന്നായി ഭഗവാൻ എല്ലാവർക്കും മടിയില്ലാതെ ചെയ്തു കൊടുക്കുമെന്ന കർമ്മം ചെയ്യുന്നതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ ഫലം ആഗ്രഹിക്കുകയും വേണ്ട, നമ്മൾ മടി കൂടാതെ ചെയ്യുകയും വേണം. അതിൻ്റെ ഉദാഹരണം ഞാൻ തന്നെയാണ്. എനിക്ക് എന്നെ തന്നെ പറയാൻ പറ്റൂ. ഞാനായവൻ തന്നെയാണല്ലോ. ഈ പറഞ്ഞത് ഞാനാണല്ലോ. ഏത് ഞാനാ? ആ പരബ്രഹ്മത്തിലിരിക്കുന്ന ഒരു അംശം എന്ന് പറഞ്ഞില്ലേ, ആ അംശം തന്നെയാണ്. അല്ലെങ്കിൽ എനിക്കിത് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? എത്ര വയ്യെങ്കിലും. ഇന്നൊരു മകൾ വിളിച്ച, അമ്മയ്ക്ക് തൊണ്ടോമ്പലൊക്കെ കുറഞ്ഞു. ഞാൻ തൊണ്ടോമ്പലൊക്കെ ഒരിടത്ത് കിടക്കും, പക്ഷെ ഞാൻ അന്നും ഇട്ടു. അതറിയാം, അമ്മയ്ക്ക് വയ്യെങ്കിലും അമ്മ അങ്ങ് ഇട്ടോളൂ എന്ന്. അപ്പോൾ അങ്ങനെ എന്താ പറയാൻ കാരണം? മടിയില്ല. വയ്യെങ്കിൽ വയ്യാന്നൊക്കെ ഇടും, അത്രയേ ഉള്ളൂ. തീരെ വയ്യെങ്കിൽ നമുക്ക് ഇടാൻ പറ്റില്ല. എണീച്ച് നിന്ന് ചെയ്യാൻ ഒട്ടും, അല്ലെങ്കിൽ നമ്മളെങ്ങനെ പയ്യെ ഒരിക്കലും അങ്ങനെ എണീക്കാൻ മേലെ കട്ടിൽ കിടന്നുകൊണ്ട് തന്നെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞിട്ട് എനിക്കങ്ങനെ സമാധാനം അങ്ങനെ വെക്കുന്നുള്ളൂ. അപ്പോഴെന്താ? കർമ്മത്തിൽ വർത്തിക്കയില്ല എങ്കിൽ മനുഷ്യർ എല്ലാവരും എൻ്റെ മാർഗത്തെ അനുസരിക്കും. ഭഗവാൻ ഇവിടെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, ഭഗവാൻ മടിച്ചിരുന്നാൽ, ഭഗവാൻ സന്തോഷത്തോടെ ചെയ്യുന്നത് എല്ലാം നമ്മൾക്ക് വേണ്ടി, ഒരു കർമ്മത്തിനും ഫലം ആഗ്രഹിക്കാതെ, ഒന്നും ആവശ്യവുമില്ല, ഒന്നും കിട്ടേണ്ടതായിട്ടുമില്ല.
അങ്ങനെയുള്ളൊരു ഭഗവാൻ ചെയ്ത് സർവ്വതും എങ്ങനെ ചെയ്യുന്നു? ഞാൻ ഒരിക്കലും മടിയില്ലാത്തവനായി കർമ്മത്തിൽ വർത്തിക്കയില്ല. മടി ഇല്ലാത്തവനായി. അപ്പം നന്നായി എന്തു പറയാൻ, അതിൻ്റെ ഓപ്പോസിറ്റ് സന്തോഷമായിട്ട് ആത്മാർത്ഥമായിട്ട് അത്രമാത്രം ഉത്സാഹത്തോടു കൂടി ഭഗവാൻ ചെയ്യുന്നത് നമ്മളത് പഠിക്കണം. ഇന്ന് ജനങ്ങൾ ഇപ്പോൾ എവിടെയെങ്കിലും സൗജന്യമായിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് കേട്ടാൽ ഇന്ന് കോവിലിൽ നിന്ന് കിട്ടുന്നതല്ലേ, എന്തെങ്കിലും ഒന്ന് ഉളപ്പിളൊക്കെ നിന്ന് കറങ്ങിയൊക്കെ കഴിഞ്ഞ് പോരാം. പക്ഷേ ചിലർ അങ്ങനല്ല, ആത്മാർത്ഥമായി തന്നെ ചെയ്തു. നമുക്ക് ഹനുമാനെയൊക്കെ അറിയാലോ, എത്രമാത്രം ആത്മാർത്ഥതയാണ്. അതുപോലെ എത്രയോ ജനങ്ങളുണ്ട്, ഒന്നും ആഗ്രഹിച്ചില്ല, അത് അവർക്ക് നേടിക്കൊടുക്കണം, അവർക്കത് ചെയ്ത് കൊടുക്കണമുള്ള ആ വെമ്പലം ഉള്ളതിലുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കും, ഉത്സാഹത്തോട് ചെയ്യും. ചിലർ ഇന്ന് ഫലമൊന്നും കിട്ടുന്നില്ല, ഫലത്തിലൊന്നും ആരൊന്നും തരാം, ഇന്ന് അങ്ങനെയൊന്നും ചെയ്യാൻ എന്തെങ്കിലും കണ്ടതും കേട്ടതൊക്കെ ചെയ്ത് നിൽക്കാം, ഒരു മടിപ്പ്, എന്താ ഉള്ളം ശുദ്ധമല്ല. ഭഗവാൻ ഇവിടെ അങ്ങനെയല്ല പറഞ്ഞേക്കുന്നത്. അർജുന, ഞാൻ ഒരിക്കലും മടിയില്ലാത്തവനായി കർമ്മത്തിൽ വർത്തിക്കയില്ല. എങ്കിൽ മനുഷ്യർ എല്ലാവരും എൻ്റെ മാർഗത്തെ അനുസരിക്കും. എന്താ ഭഗവാൻ മടിച്ചോണ്ട് ചെയ്താൽ, മടിയായിട്ട് ചെയ്താൽ, എന്താ ഉളപ്പി ചെയ്താൽ എന്ത് വരും? നമ്മൾ അതുപോലെ ഉളപ്പി ചെയ്യും, ആത്മാർത്ഥത ഇല്ലാതെ ചെയ്യും. അത് ശരിയാണോ? അപ്പോൾ ഭഗവാൻ അതുകൊണ്ടാണ് കർമ്മം ചെയ്ത് സന്തോഷത്തോടെ ഉത്സാഹത്തോടെ തന്നെ ഒരു മടുപ്പും കൂടാതെ നമുക്ക് ചെയ്ത് കാണിച്ചു തരുന്നത്. നിങ്ങളും അങ്ങനെ ആകുവിൻ, എന്നെപ്പോലെ കണ്ട് നിങ്ങൾ അത് ചെയ്യുവിൻ, ഇത് കാണിച്ചു തരുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ എന്താ പഠിക്കേണ്ടേ? എന്ത് ദാനധർമ്മങ്ങളാലും എന്തായാലും നമ്മൾ സന്തോഷത്തോടെ കൊടുക്കണം, അല്ലാതെ പ്രാപിക്കൊണ്ടല്ല. ഒരാൾക്കൊരു ഉപകാരം ചെയ്യുന്നത് ഒരു ഫലവും ആഗ്രഹം, അത് ആനന്ദത്തോടെ ഉത്സാഹത്തോടെ സന്തോഷത്തോടെ അനുഗ്രഹത്തോടെ കൊടുക്കണം. അതൊരു പ്രത്യേക ഒരു അനുഭൂതിയാണ്. നമ്മൾ ഒരു കാക്കയ്ക്ക് പോലും നമ്മൾ അല്പം ആഹാരം കൊടുക്കുക, എന്തൊരു അനുഭൂതിയാണ് അതിൽ കൂടെ നമ്മൾ നിറയുന്നത്. ആ കാക്ക അത് കഴിക്കുമ്പോൾ എന്തൊരു ആനന്ദമാണ് നമ്മുടെ ഉള്ളത്തിലുള്ള ഒരു അതിനെന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അതുപോലെയാണ് എന്തും കൊടുക്കുമ്പോഴായാലും നമ്മളൊരാൾക്കുള്ള ഒരു വാക്ക് ഇത് തന്നെ നമുക്ക് ഈ കർമ്മം തന്നെ, ഈ വചനങ്ങൾ തന്നെ നമ്മൾ കൊടുക്കുമ്പോൾ എന്തൊരു സന്തോഷമാണ്, എന്തൊരു ആനന്ദമാണ്. പക്ഷേ എനിക്ക് അത്രയ്ക്കോട്ട് ഇത് അറിയാൻ പറ്റുകൊണ്ട് നമ്മൾ ഭാഗവതമൊക്കെ വായിക്കുമ്പോൾ അതിലോട് ശ്രദ്ധിക്കുന്നതുകൊണ്ട് അത്രയ്ക്കോട്ട് ഇഴിഞ്ഞിറങ്ങാൻ പറ്റില്ല. കാരണം ഇത് യഥാർത്ഥത്തിൽ തെറ്റുണ്ടോ എനിക്ക് കണ്ണ് വയ്യ ഇങ്ങനെ ഈ ക്യാമറ കൂടെ നോക്കുകൊണ്ട്. ഇതിപ്പം ക്യാമറ കൂടെ നോക്കുന്നില്ല, അതാണ് ഫോണോടെ വെച്ചേക്കുക. മറ്റേ വരികൾ ഇങ്ങനെ കണ്ട് വായിക്കണമെങ്കിൽ ഇത് ഫോൺ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ അതിൽ കൂടെ ഇങ്ങനെ നോക്കുന്നത്. അപ്പോൾ കണ്ണിനുള്ള കേടുണ്ട്. ഇപ്പോൾ 2.5 വർഷത്തോളം കഴിഞ്ഞ്, അപ്പോൾ അതിൻ്റേതായ ഒരു വിഷമമുണ്ട് എൻ്റെ കണ്ണിന്. ഇന്ന് രാവിലെ ഒട്ടും വയ്യായിരുന്നു, ഒരു കുത്തി കണ്ണ് പൊടിയുന്ന പോലൊരു വല്ലായിക. അപ്പോൾ അങ്ങനെ വെള്ളമൊക്കെ കോരി കണ്ണിലേക്ക് ഒഴിച്ചൊക്കെ ഇരിക്കുക. അപ്പോൾ അങ്ങനെ ഞാനത് ഇപ്പോഴാണ് ഓർത്തത്. അതുകൊണ്ട് ഇനി തൊട്ട് ചിലപ്പം ഭാഗവതം ചിലപ്പോൾ ഇനി വരി നോക്കാതെ വേണം ഇനി വായിക്കാൻ. ഭാഗവതം ഉള്ളവരത് നോക്കി വായിച്ചാൽ മതി. ബുക്കൊക്കെ ഞാൻ അല്ലാതെ ഇടും. എത്രയും ഞാൻ എൻ്റെ ശരീരത്തെ നോക്കാറില്ല, പക്ഷെ തീരെ നമുക്ക് കണ്ണ് തുറക്കാൻ പറ്റാത്ത ഇതായിരുന്നു. അതുകൊണ്ട് ഭക്തനായ മക്കൾ വിചാരിക്കണം, നമ്മൾ സന്തോഷത്തോടെയാണ് ഒരു നേരത്തെ ആഹാരം, ഒരു ആൾ വിശന്ന് വന്നാൽ നമ്മുടെ കർമ്മം എന്താ? അപ്പോൾ ചെയ്യേണ്ട കർമ്മം ഉള്ളത് ഇപ്പോൾ കൊടുക്കുക എന്നുള്ളതാണ്. എന്തോ അല്പമായിക്കോട്ടെ, അല്പമേ ഉള്ളൂ, ഒരു കറിയും ഇല്ലെങ്കിൽ പോലും എന്തെങ്കിലും നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഉപ്പോ മുളകോ ഒക്കെ ഒന്ന് അരച്ചോ എടുത്തോ പെട്ടെന്ന് ഒരു സന്തോഷത്തോടെ കൊടുക്കുമ്പോൾ ആ ഒരു കൃപയോടുകൂടി കൊടുക്കുക, ആനന്ദത്തോട് കൊടുക്കുക. മക്കളെ ഇന്ന് ഇത്രയൊക്കെ ഉള്ളടാ എന്നും പറഞ്ഞ് നമുക്ക് ആർക്കും എന്തും കൊടുക്കാം. പക്ഷേ പ്രാവിക്കൊണ്ട് ഒരാൾ ചോദിച്ചും അത് ചോദിക്കാതെ തന്നെ നമ്മൾ കൊടുക്കണം. പക്ഷെ നമ്മുടെ മനസ്സ് അത്രത്തോളം അങ്ങോട്ട് വെമ്പൽ കൊള്ളണം ആ കൊടുപ്പൽ. അതാണ് ഭഗവാൻ പറയുന്നത്, മടിയില്ലാതെ ചെയ്യണം. നമുക്ക് എന്ത് ഇപ്പം ഒരാൾക്ക് അന്നം കൊടുക്കുന്നതും ഒരു കർമ്മം തന്നെയാണ്. അതും സന്തോഷത്തോടെ കൊടുക്കണം, എന്ത് തൊഴിലായാലും. അത് ഭഗവാൻ ഇതുപോലെ തന്നെ ഒരിക്കലും മടിയില്ലാത്തവനായി കർമ്മം. ഭഗവാൻ ഇപ്പം കംസനെ വധിക്കുന്നത് എന്തെങ്കിലും മടി കൂടിയാണോ? പെട്ടെന്ന് ചെല്ലുക, വധിക്കുക, ജനങ്ങൾ ജീവിക്കട്ടെ, സന്തോഷമായിട്ട് ഭക്തന്മാർ ജീവിക്കട്ടെ. ദുഷ്ടന്മാർ മറ്റുള്ളവർക്ക് 100 പേരെ ദുരിതം അനുഭവിക്കുന്നതിനേക്കാളും ഒരു ദുഷ്ടനങ്ങ് പോകുന്നതല്ലേ നല്ലത്. ഭഗവാൻ അത്രേ ചിന്തിച്ചുള്ളൂ. അല്ലെ എത്ര ഭക്തന്, ചിലർ പറയും ഭക്തന് എല്ലാവരെയും വധിക്കാനല്ലേ കൃഷ്ണൻ വന്നിന്ന്. എന്താ കാരണം? എത്രമാത്രം പേരെ വെറുതെ നിരപരാധികളെയൊക്കെ ഇന്നും നടക്കുന്നില്ലയോ? നിരപരാധികൾ എത്ര പേരാ ഓരോരുത്തർ ചെയ്യുന്നത്? കണ്ടവനെ കണ്ടില്ലെങ്കിൽ കണ്ടവനെ പിടിച്ചുകൊണ്ടുപോയി വരട്ട് അവരെ ഉപദ്രവിക്കുന്നില്ലേ? ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളില്ലേ? അപ്പോൾ അന്നത്തെ കാലത്ത് ഈ ദുഷ്ടന്മാരായിട്ടുള്ള രാജാക്കന്മാർ ഇങ്ങനെ തുടങ്ങിയതുകൊണ്ടല്ലേ ഈ ജനങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടായതും വിഷമം കൊണ്ടായും ഭഗവാനോട് നിലവിളിച്ച് അപേക്ഷിച്ചതും. അപ്പോൾ ഭഗവാൻ വന്നത് അതിനാ. ഒരുത്തനങ്ങ് പോയാലും അവൻ്റെ ദുഷ്ടതയ്ക്ക് ആത്മാവിനെ കൊല്ലാൻ ആർക്കും പറ്റില്ലല്ലോ. ആ ശരീരം ദുഷ്ടത കാണിച്ച് ശരീരത്തിനെ കളഞ്ഞു, അത്രയേ ഉള്ളൂ. അയാൾ മരിക്കുന്നില്ല, അയാൾ മോക്ഷവും കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഒരു കുറ്റവുമല്ല. രാവണനെ പോലുള്ള ദുഷ്ടന്മാർ, രാക്ഷസന്മാർ, നിശാചരർ, എത്ര മഹർഷിമാരുടെ
എന്തോ അസ്ഥികൂടങ്ങൾ ആ മൂല കുന്നും കൂട്ടിയിട്ടിരുന്ന തിന്ന് മാംസം ഭക്ഷിച്ചിട്ട് അതിനൊന്നും കുഴപ്പമില്ല. ഇതൊന്നും വായിച്ച് പഠിക്കാതാണ്ട് എന്തോ കേട്ട് ഞാനത് വായിച്ചുള്ള അറിവേ എനിക്കുള്ളൂ, അല്ലാതെ എനിക്കറിയില്ല. അപ്പോൾ ഞാൻ വായിച്ചോ മനസ്സിലായതാ. കാരണം അയ്യോ ഇത്രയും മഹർഷിമാരുടെ ഭഗവാൻ ഇങ്ങനെ ചെന്ന് ഇതെന്താ ഇത്രയും കൂനെ കൂട്ടിയിട്ടേക്കുന്നത്. അന്നേരം അവിടെ പറയുന്നത് മഹർഷിമാർ വരും ഇതൊക്കെ അല്ലേ ഭക്തനായ മഹർഷിമാരുടെ അസ്ഥികൂടങ്ങളാണ്. രാക്ഷസന്മാർ തിന്നിട്ട് മാംസം ഭക്ഷിച്ചിട്ട് അസ്ഥി കളഞ്ഞേക്കുക. അപ്പോൾ അവിടെ ശ്രീരാമ അവതരിച്ചത് ചെയ്യണ്ടായോ? ദുഷ്ടന്മാരെ വക എത്തണ്ടേ? അത് യാഗവും എല്ലാം ചെയ്യാൻ സമ്മതിക്കുക. ഈ ശുദ്ധാത്മാക്കളായ മഹർഷിമാർക്ക് എന്തെങ്കിലും ചെയ്യാൻ ഒക്കുമോ? അവർ ഭയന്നവരെ കണ്ട് വഴിയടക്കാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെയാണ് അന്ന് ഇങ്ങനെ സംഭവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഭഗവാനെ എങ്ങനെ കുറ്റം പറയും? പരമാത്മാവ് അവതാരം എടുത്ത് എന്തിനാ? അതിന് തന്നെയാണ്. അവർക്ക് സൃഷ്ടാവല്ലേ, എല്ലാവരെയും സൃഷ്ടിക്കുന്ന ദൈവമല്ലേ. അപ്പോൾ സൃഷ്ടിക്കാമെങ്കിൽ രക്ഷിക്കുകയും ചെയ്യാം, ശിക്ഷിക്കുകയും ചെയ്യാം. രക്ഷിക്കുകയും ചെയ്യാം, ശിക്ഷിക്കുകയും ചെയ്യാം. അത് എല്ലാം അവിടെ ബെല്ലും പിറക്കും വേണ്ട. പരമാത്മാവാണ് കൃഷ്ണനായിട്ട് ശ്രീരാമായിട്ട് വന്നേക്കുന്നത്, അല്ല സാധാരണ മനുഷ്യനല്ല. ഒരു മനുഷ്യനാണെങ്കിൽ പറയും അയ്യോ ആ മനുഷ്യനോ അയാൾ വന്ന് എത്ര എണ്ണരെ കൊന്നത്. ഇത് എന്താ സൃഷ്ടിച്ച് വച്ചേക്കുന്ന ഭഗവാൻ പരമാത്മാവിന് അവിടെ കൊല്ലാൻ അവകാശമില്ലേ? സംഹാരമൂർത്തിയും പരമാത്മാവ് തന്നെ, രക്ഷിക്കുന്നതും ഭഗവാൻ തന്നെ, സൃഷ്ടിക്കുന്നതും ഭഗവാൻ തന്നെ. ഏകമായ ദൈവം തന്നെ 3 അവസ്ഥ ഒന്നെന്നുള്ളതേ ഉള്ളൂ, പരമാത്മാവ് തന്നെയാണ്. അപ്പോൾ അവിടെ കൊള്ളത്തില്ലേ, വെട്ടി ഉറുക്കി കളയണം, അത്രയേ ഉള്ളൂ. അതിന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇതെല്ലാം വേണ്ടുന്നതാ ഇവിടെ. നേരായ ആണെങ്കിൽ മാത്രം നിലനിന്നാൽ മതി, അല്ലെങ്കിൽ നല്ലവനല്ലയോ അപ്പോഴേ ഭഗവാൻ അതിന് തന്നെയാണ് വന്നത്. അതിന് ചിലർക്ക് അറിവില്ലായ്മ കൊണ്ട് പറയും കൃഷ്ണൻ എന്തൊക്കെയോ ദോഷം ചെയ്ത് ഇതാന്നൊക്കെ എന്നോടും പണ്ട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് സത്യത അന്നൊന്നും അറിയില്ലായിരുന്നു. ഇപ്പോഴും ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കുമ്പോൾ അന്നില്ല കഥ അറിയാണ്ട് ആട്ടം കാണുന്ന പോലെ ആയിരുന്നു ഞാനും ഒരു കാലത്ത്. അതുകൊണ്ടാണ് എനിക്കിത്ര സങ്കടം. മറ്റുള്ള മനുഷ്യർ ഇതുപോലെയാണ്, എന്നെപ്പോലെ ആയിരിക്കില്ല. എത്രയോ പേർക്ക് മനസ്സിലാക്കാനുള്ള കഴിവില്ലെങ്കിൽ എന്തെങ്കിലും എന്നെ കൊണ്ട് വെക്കുന്നത് എനിക്കും കൊടുക്കാമല്ലോ. എന്തൊരു ആനന്ദമാണ് അത്. മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് സന്തോഷമാണ്. എല്ലാവർക്കും നമസ്കാരം മക്കളെ. ഒത്തിരി സമയം പോയി കാര്യം പറഞ്ഞ് എല്ലാവർക്കും എന്ത് മനസ്സിലായി? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഒരു നേരത്തെ ഒരു കാക്കയ്ക്ക് പോലും, ഒരു കാക്ക വന്നിരിക്കുമ്പം നമ്മളെ ഓർത്താണത് വന്നിരിക്കുന്നത്. അപ്പം നമുക്കൊന്നുമില്ല, അത് നമ്മളുടെ കർമ്മമാണ്. അതിന് കൊടുക്കാതിന് കർമ്മം. കാരണം അത് അരി അടുപ്പിടണം, അതിന് വേവണം, ഇതൊക്കെ ഒരു കർമ്മം ചെയ്യല്ലേ. ഒരു നമ്മളെ ഗൃഹസ്ഥാശ്രമങ്ങൾ അങ്ങനെ എന്തും കർമ്മങ്ങളാണ്. അതിനെ കാണുമ്പോൾ ഒന്ന് കൊടുക്കുക. അപ്പോൾ അയ്യോ കാക്ക വന്ന് പെട്ടെന്ന് അത് പോകുന്നതിന് മുമ്പ് പെട്ടെന്ന് ഇച്ചിരി കറിയുണ്ടെങ്കിൽ അതും കൂടെ ഇച്ചിരി ഒഴിച്ച്, ഒരു കറിയില്ലെങ്കിൽ വെറും നല്ല ചോറായാലും മതി, ഉപ്പ് പോലും ഇല്ലെങ്കിലും അത് വിശപ്പുണ്ടെങ്കിൽ കഴിച്ചോളും. എങ്കിലും നമ്മുടെ മനസ്സിന് ഇഷ്ടം വരാൻ എന്തെങ്കിലും ഇച്ചിരി കറി നമ്മുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ, ഇല്ലേ ഒരു തുള്ളി ഉപ്പ്, കുറച്ച് ചോറ്, ഉപ്പിൻ്റെ ഒരു ലാഞ്ചന മതി, അല്ലെങ്കിൽ അത് തിന്നത്തില്ല. അങ്ങനെ ഇച്ചിരി പാലുണ്ടോ സന്തോഷം. ഇച്ചിരി പാലിനും കൂടെ നമ്മൾ പശുവും പാൽ വാങ്ങിച്ച് ഫ്രിഡ്ജ് വെച്ചേക്കുമല്ലോ. ഒരു കറിയിൽ ഇച്ചിരി പാലെല്ലാം ഒഴിച്ചിട്ട് ഒരു തുള്ളി ഉപ്പ് ഒഴിച്ചിട്ട് കൊടുക്കുക. ആ കൊന്നെ പോലെ കഴിച്ചോളൂ. സന്തോഷത്തോടെ കൊടുക്കണം. നമ്മൾ സന്തോഷത്തോടെ കൊടുക്കുമ്പോൾ അതിന് സന്തോഷമുണ്ട്. ആ സന്തോഷമാണ് നമുക്ക് ആനന്ദം. ഈ ആനന്ദമാണ് നമുക്ക് വേണ്ടത്. നമ്മൾ തന്നെയാണ് നമുക്ക് ആനന്ദം ഉണ്ടാകുന്നത്, അല്ല എങ്ങൊന്നും കിട്ടുന്നില്ല. നമ്മുടെ പ്രവൃത്തിയിലാണ് നമുക്ക് ആനന്ദം ഉണ്ടാകുന്നത്. അത് നമ്മുടെ ഹൃദയത്തിൽ അത്ര വിശാലത, നമ്മുടെ ഹൃദയം വികസിച്ച് ആനന്ദം കൊണ്ട് നിറയ്ക്കണമെങ്കിൽ നമ്മൾ തന്നെ ചിന്തിക്കണം. അപ്പോൾ നമ്മളിരിക്കുന്ന ആ പരബ്രഹ്മം ആനന്ദിക്കുന്നു, നമ്മൾ ഒന്നായി ചേരുന്നു. ഈശ്വരനാണല്ലോ ആനന്ദം. ആ ആനന്ദത്തിൽ ചേരുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവൃത്തി നല്ലതാണെങ്കിൽ നമുക്ക് ആനന്ദം അനുഭവിക്കാൻ പറ്റും. അത് എല്ലാ മക്കളും മനസ്സിലാക്കുമ്പോൾ എല്ലാവർക്കും അത് മനസ്സിലാവും. പിന്നെ ഓരോ മക്കളെന്നെ വിളിക്കുമ്പോൾ അമ്മയെ ഞാൻ അതുപോലെ ചെയ്യുന്നത്, അമ്മ പറയുന്ന പോലെയൊക്കെ ചെയ്യുന്നത്, എന്തൊരു സന്തോഷം. അങ്ങനെയൊക്കെ ഞാൻ പറയുന്നതിന് മുമ്പേ അവരങ്ങനെ ചെയ്യുന്നത്. ചിലരങ്ങനെയാണ്, ജന്മനാ ഉണ്ട് ചിലർക്ക്. ചിലർ പറഞ്ഞു കൊടുക്കുമ്പോൾ ചെയ്യും, അതിന് അത്രയ്ക്കും ഇങ്ങോട്ട് വരും. പക്ഷേ ജന്മനാ ഉള്ളതാ ഇത്ര ബലം, ഒരു പ്രത്യേകത. കാരണം എനിക്ക് ജന്മനാ ഉള്ളതായിരുന്നു, ആരും പറഞ്ഞൊന്നും പഠിച്ചതല്ല. എൻ്റെ അച്ഛനമ്മയൊക്കെ അങ്ങനെ ആയതുകൊണ്ട് അതെൻ്റെ ഉള്ളിൽ വന്നു, അത്രയേ ഉള്ളൂ. അല്ല അമ്മയും അച്ഛനെ നീ ഇങ്ങനെ ചെയ്യണേ എന്നൊന്നും പഠിപ്പിക്കുക, അങ്ങനൊന്നും പഠിക്കാനുള്ള അങ്ങനൊന്നും പറഞ്ഞു തന്നിട്ടില്ല. അവരുടെ പ്രവൃത്തി നമ്മളിൽ ഉണ്ടായിരുന്നു. അങ്ങനെ തന്നെയാണ്. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.